സോ ഗുഡ് ഈവനിങ് വൺസ് അഗൈൻ. സോ ബേസിക്കലി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്എന്റെ സ്ട്രാറ്റജി സെഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബേസിക്കലി 2026 ഇപ്പൊ 2026 എഴുതാത്ത ആളുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ സെഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 2026 ബേസിക്കലി മെയിൻസ് എഴുതുന്ന ആളുകൾ ഉദ്ദേശിച്ചാണ് സെഷൻ. സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സെഷനിൽ പോവുക. വളരെ ബേസിക്സ് ആയിട്ടുള്ള സാധനത്തിലേക്കായിരിക്കില്ല പോവുക, കുറച്ചുകൂടി എന്തായിരിക്കും 2026 ടാർഗറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ സെഷനും പോവാ കേട്ടോ. അപ്പം നോക്കുക. അതേപോലെ തന്നെ ബേസിക്കലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ 2026 എക്സാം എഴുതുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെറിയ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ എന്താണ് നമ്മളുടെ മേജർ ഡിമാൻഡ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. രണ്ട്, UPSC എന്തിനാണ് എസ് ചോദിക്കുന്നത്, കാരണം എന്താണ് ഡിമാൻഡ് ഓഫ് ദ UPSC എന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ച് ആൻസർ എഴുതാൻ പറ്റുക. സോ എന്താണ് UPSC ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരു നല്ല എസ്സേയുടെ ബേസിക് കോമ്പോണൻസ് ഓഫ് എസ്സേ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാലാണ് നല്ലൊരു എസ്സേ വരുന്നത്, എങ്ങനെ ഒരു നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 120+ എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു എസ്സേ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ തീംസ് ഓഫ് ഡിഫറെന്റ് എസ്സേസിന്റെ തീംസ് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എസ്സേ എന്നുള്ളതാണ്. ബേസിക്കലി എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും പല രീതിയിൽ അതിനകത്ത് ഡെഫിനിഷൻ ആയിട്ട് പല രീതിയിൽ പറയാം. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സേന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഒരു ഡിക്ഷണറിയിൽ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സേന്റെ ഡെഫിനിഷൻ പറയുന്നത്, എസ്സേ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ നിങ്ങളെ തോട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലോ ഓഫ് തോട്ട് വളരെ കോംപ്രിഹെൻഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഫാഷൻ. അതായത് നിങ്ങളുടെ ഫ്ലോ ഓഫ് തോട്ട് എന്ത് ചെയ്യുന്നു, അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഫാഷൻ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഫാഷൻ ആയിട്ട് വെറുതെ എഴുതിയാൽ പോരാ, വളരെ സിസ്റ്റമാറ്റിക് ഫാഷൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്സേ എന്ന് കേംബ്രിഡ്ജ് പോലെയുള്ള ഡിക്ഷണറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം എന്തുകൊണ്ടാണ് UPSC എസ്സേ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഡിമാൻഡ് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് മെയിൻസിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് എത്രത്തോളം. കാരണം ഒരു എസ്സേ എന്ന് പറയുമ്പോൾ മറ്റ് GS പോലെ 150 പേജിൽ അല്ലെങ്കിൽ 150 വേർഡിൽ 250 വേർഡിൽ എഴുതിയാൽ പോരാ, 1200 വേർഡ്സോളം നിങ്ങൾ എഴുതണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പർട്ടിക്കുലർ ഇഷ്യൂയെ പറ്റി 1200 വേർഡ്സ് എഴുതണം എന്ന് പറഞ്ഞാൽ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1200 വേർഡ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1200 വേർഡ്സിലേക്ക് എഴുതാനുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സബ്ജക്റ്റിനകത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഐഡിയാസ് പറയുന്നത്, എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എസ്സേ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എസ്സേ എഴുതുന്ന സമയത്ത് ചില ആളുകൾ ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ള തിങ്കിങ് കാണാൻ പറ്റും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. ഇയാൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുണ്ടാവും, ചില സമയത്ത് ഇയാളുടെ തോട്ട് പ്രോസസ്സ് കണ്ടിന്യൂസ് അല്ല, ഇയാളുടെ തോട്ട് പ്രോസസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രപ്ഷൻസ് വരുന്ന ഒരാളുടെ തോട്ടാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, തോട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരാൾ എത്രത്തോളം തോട്ട് പ്രോസസ്സിൽ കോൺഫിഡൻസ് ആണ്, അയാളുടെ സെൽഫ് റിഫ്ലക്ഷൻ, അയാളുടെ വാല്യൂസ് എത്തിക്സ് എസ്സേന്റെ ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം സെൽഫ് റിഫ്ലക്ഷൻ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു എസ്സേ ലെങ്തി 1200 വേർഡ്സ് എഴുതാണ്. അപ്പൊ പല സമയത്തും നിങ്ങൾ പോലും അറിയാതെ ചില സമയത്ത് നിങ്ങളുടെ നേച്ചർ ഓഫ് ഒപ്പീനിയൻ, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അനലിറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്ലാരിറ്റി ഓഫ് തോട്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്സേയിൽ UPSC ചെക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇനി UPSCയുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UPSC സിലബസിൽ തന്നെ എസ്സേന്റെ സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. UPSCന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എസ്സേനെ പറ്റി ഇതാണ്. പേപ്പർ 1 ആണ്. എന്താണ് എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, candidate may be required to write an essay on multiple topics. They will be expected to keep closely to the subject of the essay to arrange their ideas in orderly fashion. And to write concisely. And credit will be given for effective and exact expression. So UPSC സിലബസിൽ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാൻഡിഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ടോപ്പിക്സിൽ ചോദ്യങ്ങൾ ഉത്തരം എഴുതേണ്ടി വരും. ആൻഡ് ഈ ചോദ്യങ്ങൾ, ഈ എസ്സേയിൽ കാൻഡിഡേറ്റിന്റെ എക്സ്പെക്ടേഷൻ, UPSCയുടെ എക്സ്പെക്ടേഷൻ ഫ്രം കാൻഡിഡേറ്റ് എന്താണ്, അതായത് ആ സബ്ജക്റ്റിനോട് എക്സ്പെക്ടഡ് ടു കീപ് ക്ലോസ്ലി, അതായത് എക്സാക്ട്ലി ആ സബ്ജക്ട് എഴുതാൻ വേണ്ടി പറയുന്ന പോലും ഇല്ല. അതായത് എക്സാക്ട്ലി എന്താണ് ടോപ്പിക് കൊടുത്തത്, ആ ടോപ്പിക് അതേപോലെ എഴുതാനല്ല പറയുന്നത്. അതുമായിട്ട് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ട്രൈ ടു കീപ് മാക്സിമം ക്ലോസ് ആയിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനും പറ്റും. പക്ഷെ ആ ടോപ്പിക് എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുപോകാനും പാടില്ല. ഇനി അത് മാത്രമല്ല, എന്ത് ചെയ്യണം, ഐഡിയാസ് ഒരു പ്രോപ്പർലി ഓർഡർലി ഫാഷൻ ആയിട്ട് ഐഡിയാസ് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ആൻഡ് റൈറ്റ് കൺസൈസ്ലി എന്ന് പറയുന്നതാണ് വളരെ ക്രിസ്പ് ആയിട്ട്, ഷോർട്ട് ആയിട്ട്, അതായത് വളരെ വെറുതെ വാരി വലിച്ചെഴുതാതെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പറയാനുള്ള ഐഡിയ ബീറ്റ് അറൗണ്ട് ബുഷ് ഒന്നും വെറുതെ കൂടുതൽ ചെയ്യാതെ പെട്ടെന്ന് കൃത്യമായിട്ട് ഐഡിയ പോവാന്നുള്ളതാണ്. ആൻഡ് മാർക്ക് എന്തിനാണ് കൊടുക്കുന്നത്, മാർക്ക് വിൽ ബി ഗിവൺ ഫോർ എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ.
അല്ലാതെ ബെസ്റ്റ് ലാംഗ്വേജ് ഉള്ള ആളുകൾക്കല്ല ബേസിക്കലി എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ആ ടോപ്പിക്കിനെ നല്ല രീതിയിൽ ഐഡിയാസ് അറേഞ്ച് ചെയ്യുന്ന ഒരാൾക്ക് ബേസിക്കലി UPSC മാർക്ക് കൊടുക്കും. ഇതാണ് UPSC ഡിമാൻഡ് വിത്ത് റെസ്പെക്ട് ടു എസ്എ. അപ്പൊ എസ്എന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 തൊട്ടാണ് UPSCയിൽ എസ്എയിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുന്ന കാണാൻ പറ്റും. അപ്പൊ 2018 മുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നമുക്ക് അതിനകത്ത് മുന്നേ അല്ലെങ്കിൽ 2018 വരെ നമുക്ക് കൂടുതലും ഫിലോസഫിക്കൽ ടോപ്പിക്കൽ എസ്എ എന്ന് പറയുന്നത് ഒരു സെക്ഷനിൽ എന്തുണ്ടാവും, ഒരു ഫിലോസഫിക്കൽ ടോപ്പിക് എസ്എ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ 2018 മുതൽ എന്ത് ചെയ്തു, 2019 മുതൽ ബേസിക്കലി സെക്ഷൻ എ വാസ് ജനറൽ സ്റ്റഡീസ് എസ്എയും സെക്ഷൻ ബി വാസ് ആക്ച്വലി ഫിലോസഫിക്കൽ എസ്എയും. പിന്നീട് 2020 ആയപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, സെക്ഷൻ എയും ബിയും എന്തായി തുടങ്ങി, ഫിലോസഫിക്കൽ എസ്സേ ആയി. ഫ്രം ദെയർ ഓൺ മോസ്റ്റ്ലി UPSC ചോദിക്കുന്നത് എന്താണ്, ഫിലോസഫിക്കൽ എസ്സേസ് ആണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും UPSC ഫിലോസഫിക്കൽ എസ്സേസ് തന്നെ കൂടുതലായിട്ട് ചോദിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ മറ്റ് ജനറൽ സ്റ്റഡീസ് എസ്സേ ചോദിച്ചിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും UPSCക്ക് ഒരു പ്രശ്നം എന്താണ്, ആസ്പിരൻസ് എന്തെങ്കിലും കാണാതെ ഫാക്ട്സ് പഠിക്കും. ഇപ്പം ഹെൽത്തിനെ പറ്റിയാണ് എസ്സേ എന്നുണ്ടെങ്കിൽ, ഹെൽത്ത് സെക്ടറിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ട്സുകൾ ആളുകൾ പഠിക്കും. ആ ഫാക്ട്സുകൾ കാണാതെ പഠിക്കുന്നു, അത് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഫാക്ട്സ് കൃത്യമായി നമ്മൾ എന്തായാലും GS2ലും GS1ലും GS3ന്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ സെക്ടറിനെ പറ്റി കുറെ ഫാക്ട്സും കുറെ പോയിന്റ്സും നമ്മളിൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇൻട്രോഡക്ഷൻ എഴുതാൻ പറ്റും, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അറിയാൻ പറ്റും, നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റിന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്സേ റെഡിയായി. സോ എല്ലാവരും ഈ ഒരു സ്ട്രക്ചറിൽ വെച്ച് ഫോളോ ചെയ്ത് എസ്സേ എഴുതുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, യഥാർത്ഥത്തിൽ UPSC ഡിമാൻഡ് എന്തായിരുന്നു, നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ, നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, റിഫ്ലക്ഷൻ, നിങ്ങൾ എങ്ങനെയാണ് ഐഡിയാസിനെ ഓർഡർലി അറേഞ്ച് ചെയ്യുന്നത്, എത്ര വെൽ ആയിട്ടാണ് നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി എത്രത്തോളം പോകുന്നുണ്ട്, യുവർ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പർട്ടിക്കുലർ സബ്ജക്ട്, ഇതൊക്കെ ആയിരുന്നു ബേസിക്കലി ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഈ പർപ്പസ് എന്ത് ചെയ്തു, പേപ്പറിൽ നിന്ന് ഡിഫീറ്റഡ് ആയി. ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് സം കൃത്യമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് പഠിക്കുന്നു. ആ ടെംപ്ലേറ്റ് പഠിച്ച് അതേപോലെ തന്നെ എസ്സേ എന്ത് ചെയ്യുന്നു, തിരിച്ചെഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പം UPSCക്ക് സ്വാഭാവികമായിട്ട് UPSC തോന്നി ഈ പരിപാടി നടക്കില്ല, കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഫിലോസഫിക്കൽ ടൈപ്പ് ഓഫ് എസ്സേ ചോദിക്കാം. അതാവുമ്പോൾ എന്താണ്, കുറെയൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിലും പക്ഷേ കൂടുതൽ സാധനങ്ങളും നമ്മൾ അവിടുന്ന് അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ടോപ്പിക്കുകൾ എന്തായിരിക്കാം, പുതിയ പുതിയ ടോപ്പിക്കുകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആസ്പിരൻസ് എഴുതേണ്ടി വരും. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഒറിജിനൽ റൈറ്റിംഗ്. സോ വാട്ട് ഈസ് മോർ അപ്രീഷിയേറ്റഡ് ഹിയർ ഇസ് ദാറ്റ് ഒറിജിനൽ റൈറ്റിംഗ്. സോ ഒറിജിനൽ റൈറ്റിംഗ് ആണ് ബേസിക്കലി എസ്സേയിൽ UPSC എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് ഒറിജിനൽ റൈറ്റിംഗ്? യുവർ ഓൺ ഐഡിയാസ്, യുവർ ഓൺ തോട്ട് പോയിന്റ്. നിങ്ങൾ വെറുതെ ഒരു കാണാതെ പഠിച്ച പോയിന്റ് എഴുതുന്നതിനെക്കാട്ടും നിങ്ങൾ പഠിച്ച പോയിന്റ്സിനെ നിങ്ങളുടെ വ്യൂ പോയിന്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലേക്ക്, നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങളുടെ ഒറിജിനൽ ഐഡിയ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ, ഒറിജിനൽ ഐഡിയ ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ വേറൊരാൾ പറഞ്ഞത് നിങ്ങളുടെ ഐഡിയ എന്ന് പറയലല്ല, പക്ഷെ ആ ഐഡിയാസ് അതിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു എന്താണ് അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ സ്വയം എഴുതുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒറിജിനൽ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒറിജിനൽ റൈറ്റിംഗിലേക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ എസ്സേ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒറിജിനൽ റൈറ്റിംഗ് എന്താണെന്ന് UPSC അറിയണം എന്നുള്ളതാണ് UPSC നോക്കുന്നത്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് UPSC പല സമയത്ത് UPSC നോക്കുന്ന സമയത്ത് UPSCക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാക്ട്ലി എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ, ഈവൻ എന്താണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിലോസഫിക്കൽ എസ്സേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ദർ ആർ മെനി ടൈപ്പ് ആക്ച്വലി ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി റിപ്പീറ്റേഷൻ ഓഫ് പ്രീവിയസ് ഇയർ ടോപ്പിക്സ്. സോ ദർ ആർ 5 to 6 തീംസ്. ആ തീംസിൽ തന്നെയാണ് UPSC എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇഫ് യു ആർ പ്രിപ്പയർഡ് വിത്ത് 5 തീംസിന്റെ എസ്സേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഈസിലി നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, ഒരു 2 എസ്സേ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ലൈക്ക് ദാറ്റ്. അപ്പൊ വെറുതെ കാർഡ് അടച്ച് പ്രിപ്പയർ ചെയ്യാതെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് അവർ ടാർഗറ്റ് ഈസ് ടു ഗെറ്റ് എബോവ് 120+ ഇൻ എസ്സേ. സോ മിനിമം 120+ നമുക്ക് എന്ത് ചെയ്യണം, എസ്സേ കിട്ടണം. അപ്പൊ എസ്സേയിൽ കൊടുക്കുന്ന ടൈം വെറുതെ നിങ്ങൾക്ക് ആക്ച്വലി വേസ്റ്റ് ആവുകയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ എസ്സേ ആൻഡ് എത്തിക്സ്. അതായത് നിങ്ങൾക്ക് എസ്സേക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എവിടെ മാർക്ക് കൂടി കൂട്ടിക്കോളും, എത്തിക്സ് മാർക്ക് കൂടി കൂട്ടിക്കോളും. ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ദ സബ്ജക്ട് ആർ കൈൻഡ് ഓഫ് എന്താണ് ഈക്വൽ ആണ്, ഒരേപോലെയാണ് അതിന്റെ നേച്ചർ ഓഫ് റൈറ്റിംഗ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്സേന്റെ മാർക്ക് കൂടുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എത്തിക്സിന്റെ മാർക്കിലും ഇംപ്രൂവ്മെന്റ് വരും. അതേപോലെ തന്നെ എത്തിക്സിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എസ്സേന്റെ മാർക്കിൽ ഇംപ്രൂവ്. വൈ ബോത്ത് ഓഫ് ദിസ് പേപ്പർ ഡിമാൻഡ് എന്താണ്, ഒറിജിനൽ റൈറ്റിംഗ്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലാണ് കൂടുതൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റാദർ ദാൻ ദി കണ്ടന്റ് ഓഫ് ദി എസ്സേ. കണ്ടന്റ് വേണ്ടെന്നുള്ളതല്ല, കണ്ടന്റ് വേണം, ബട്ട് റാദർ ദാൻ മോർ എംഫസൈസ് ഓൺ യുവർ ഒറിജിനൽ തോട്ട് ആൻഡ് ഒറിജിനാലിറ്റി. ആ ഒറിജിനാലിറ്റി ആണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പിന്നീട് നമുക്ക് ഡിസ്കസ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചാണ് ട്രൂത്ത് ഹാസ് നോ കളർ, അതേപോലെ തന്നെ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദി എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്, തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ. അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ദ ബിറ്റർ എക്സ്പീരിയൻസ്. മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലീവിംഗ് ഇറ്റ് അലോൺ ആൻഡ് ദി ഇയേഴ്സ് ഓഫ്
the years teach much which the days never knows. The best to see life as a journey and not as a destination. And containment is natural wealth and luxury is a artificial poverty. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എസ്സേസ് എന്താണ്? എല്ലാം ഫിലോസഫിക്കൽ ആയിട്ടുള്ള എസ്സേസ് ആണ്. അപ്പൊ ഇതിനകത്ത് 8 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നോക്കിക്കേ, ഔട്ട് ഓഫ് 8 എസ്സേ ടോപ്പിക്കിൽ നിങ്ങൾ എത്ര എഴുതിയാൽ മതി? 2 എസ്സേ ടോപ്പിക്കുകൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 8 ഡിഫറെന്റ് തീംസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെറും 2 തീംസിന്റെ എസ്സേസ് നിങ്ങൾ എഴുതിയാൽ മതി. സെക്ഷൻ എയിൽ നിന്ന് ഒരെണ്ണം, സെക്ഷൻ ബിയിൽ നിന്ന് ഒരെണ്ണം. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഇതിനകത്ത് ശരിക്കും 8 തീമുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് ആക്ച്വലി ഇതിനകത്ത് 8 തീമുകളില്ല. ദർ ഇസ് എ റിപ്പീറ്റേഷൻ ഓഫ് തീം. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7. 5, 6 ക്വസ്റ്റ്യൻ, all these 3 questions are talking about only one core conceptനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് എഴുതാൻ പോകുന്ന കണ്ടന്റ് മോസ്റ്റ്ലി നിങ്ങൾ ഏത് എസ്സേ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും സിമിലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അറ്റൻഡ് പ്രോപ്പർലി അറ്റംപ്റ്റ് എസ്സേ നമ്പർ 5, then you might not have the content to attend essay number 6. essay number 6 എഴുതാൻ പറ്റാത്ത ഒരാൾക്ക് സംബന്ധിച്ചോളം essay number 7 ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ഈ എസ്സേന്റെ 5ഉം 6ന്റെയും 7ന്റെയും തീം ഒന്നാണ്. ദാറ്റ് മീൻസ് സെയിം തീമിൽ നിന്ന് വന്നിട്ടുള്ള എസ്സേസ് ആണ് ബേസിക്കലി 5, 6, 7 എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 8ാമത്തെ എസ്സേ ആണ്. അതേപോലെ തന്നെ ഇത് നോക്കിക്കേ, നിങ്ങൾ 4th എസ്സേ നോക്കിക്കേ, ലൈഫ് ലെസൺസ് ആർ ലേൺ ത്രൂ ദ ബിറ്റർ എക്സ്പീരിയൻസും ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ബെസ്റ്റ് ലൈഫ് ജേണിയും അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ. ഇതിനകത്ത് രണ്ടിലും കൊടുക്കേണ്ട ഏകദേശം എക്സാമ്പിൾസിൽ എന്തായിരിക്കും? ഒരേപോലെയുള്ള എക്സാമ്പിൾ ആയിരിക്കും. അതായത് നിങ്ങൾ 4ാമത്തെ എസ്സേയും 7ാമത്തെ എസ്സേയും ആണ് എഴുതുന്നതെങ്കിൽ യുവർ എസ്സേ മോർ ലൈക്ലി ദാറ്റ് ലുക്ക് ലൈക്ക് സിമിലർ. കാരണം കുറെ എക്സാമ്പിൾസിലും കുറെ സാധനത്തിലും എന്ത് ചെയ്യും? എസ്സേ സിമിലർ ആയിട്ട് ഇരിക്കാനുള്ള ചാൻസസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ. ടോപ്പിക്കുകൾ നോക്കുമ്പോൾ 8 ടോപ്പിക്കുകൾ ഉണ്ട്. പക്ഷെ എല്ലാ സമയത്തും അത് 8 ടോപ്പിക്കുകൾ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ എഴുതുന്ന എസ്സേ, സെക്ഷൻ എയിൽ എഴുതുന്ന എസ്സേന്റെ തീമും സെക്ഷൻ ബിയിൽ എഴുതുന്ന എസ്സേന്റെ തീമും രണ്ടും ഡിഫറെന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കും. എന്തായിരിക്കും? ദർ ഇസ് എ മോർ ലൈക്ലി ദാറ്റ് യു മേ റിപ്പീറ്റ് ദി കണ്ടന്റ് യു റിട്ടേൺ ഇൻ ദ സെക്ഷൻ എ, you will be repeating the same content in section B എസ്സേയിൽ എന്ത് ചെയ്യും? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് എന്താണ്? കൂടുതലാണ്. അപ്പം എക്സാമിനെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിച്ച് നോക്കി, എക്സാമിന് സെക്ഷൻ എയിൽ കുറെ സാധനം കണ്ടു. അപ്പൊ സെക്ഷൻ ബിയിൽ എസ്സേയിലേക്ക് വരുമ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും അവിടെ കാണുമ്പോൾ അല്ലെങ്കിൽ സിമിലർ ടോപ്പിക് തന്നെ അവിടെ കാണുമ്പോൾ അതിനകത്തുള്ള ഇംപ്രഷൻ പോകാനുള്ള ചാൻസസ് എന്താണ്? വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഒരു മിനിറ്റ്. ഓക്കെ, സോ അതെന്താണ്? ഒരു വൺ ഓഫ് ദ പ്രോബ്ലം ആണ്. അതല്ലാതെ വാട്ട് ആർ ദ ചലഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു റൈറ്റിംഗ് എസ്സേ? എസ്സേ എഴുതുമ്പോൾ മറ്റ് ചലഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ടോപ്പിക്കുകളാണ് അല്ലെ. കൃത്യമായിട്ട് നമുക്കറിയാം ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? GS ടൈപ്പ് ജനറൽ സ്റ്റഡീസ് ടോപ്പിക്കുകളല്ല ഇപ്പൊ ചോദിക്കുന്നത്, കുറച്ചുകൂടി അബ്സ്ട്രാക്ട് ടോപ്പിക്കുകളാണ് ചോദിക്കുന്നത്. ആൻഡ് നൗ ദിസ് ഇയർ, എസ്പെഷ്യലി ഫോർ ദിസ് ഇയർ, ബി റെഡി വിത്ത് വാട്ട് എവർ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു മെയിൻസ് ഓൾസോ. See, those who are writing mains, see, these days how mains is actually arranged, just because of you guys are actually writing mains, I am telling you. See, mostly GS ൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും അല്ലെ. സോ 10 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ, 15 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ. ഈ ചേഞ്ച് വന്നത് ബേസിക്കലി 2015 ശേഷം 2015 വരെ ആക്ച്വലി 12 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻ ആയിരുന്നു പൊതുവെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, 12 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻ. സോ ദിസ് വാസ് ദ പാറ്റേൺ. ഇങ്ങനെ എഴുതണമെങ്കിൽ കൂടുതൽ സമയം വേണം. 12 മാർക്ക് 20 ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാം 2 പേജ് ആയിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? 10 മാർക്കിന്റെ എന്ത് ചെയ്തു? 10 ആക്കി, 15 മാർക്കിന്റെ 10 ആക്കി. ഈ വർഷം ഇത് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മീൻസ് യു പ്രിപ്പയർ ഫോർ 10 മാർക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ പ്രിപ്പയർ ചെയ്യുക. ബട്ട് ഓൾസോ ബി റെഡി ഫോർ റൈറ്റിംഗ് more lengthier answer as well as a more shorter answer. That means you should be ready to write an answer of 5 marker. That means there will be one straight question which will be only one side of the question paper. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബേസിക്കലി 75 വേർഡ്സിന്റെ ക്വസ്റ്റ്യനും ചോദിക്കാം. പണ്ട് എത്തിക്സിന് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എത്തിക്സിന്റെ ഒരു 2018 മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 2 സെക്ഷൻ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഒരു ക്വസ്റ്റ്യന് ബേസിക്കലി 5 മാർക്ക്, അടുത്ത ക്വസ്റ്റ്യൻ 5 മാർക്ക്, അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ രീതിയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ഈ വർഷം UPSCക്ക് ചോദിക്കാം. Since UPSC is doing lot of reforms, there is a possibility that some change may happen in the mains also. But at that point of time, you should not have to worried about. One thing you should be ready, your content, kind of a very crisp. 5 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ there is no scope of writing any valuation content. Go and write the exact content, what is the exact demand of the question, and finish off the answers. So 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് ബേസിക്കലി എസ്സേനകത്ത് കഴിഞ്ഞ പ്രാവശ്യം എസ്സേയിൽ UPSC എന്താ ചെയ്തത്? UPSC put 17 pages for essay.
Okay, I don't remember exactly 17 or 18. So usually UPSC used to give 13 pages, but last year UPSC giving 17 pages. അതായത് ഇത് പേജ് എണ്ണാതെ വെറുതെ എഴുതുന്ന ആളെ സംബന്ധിച്ചോളം അവൻ അറിയാതെ 14-15 പേജ് എഴുതിപ്പോവും. അങ്ങനെ എഴുതിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? സെക്കൻഡ് എസ്സേ എഴുതുമ്പോൾ സമയം കിട്ടില്ല. So this time also some kind of changes will be happening. ഇതിലൊക്കെ ചിലപ്പം എല്ലാ അബ്സ്ട്രാക്ട് ടോപ്പിക് തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ജനറൽ സ്റ്റഡീസിന്റെ ടോപ്പിലേക്ക് തിരിച്ചു വരാം. ചിലപ്പോൾ ജനറലിന്റെയും അബ്സ്ട്രാക്ടിന്റെയും മിക്സ് ആയ ടോപ്പിക്കുകളുണ്ട്. രണ്ടിന്റെ നടുക്ക് നിൽക്കുന്ന ടോപ്പിക്കുകൾ. അത് ജനറൽ ആണോ എന്ന് വെച്ചാൽ ജനറൽ ആണ്, അബ്സ്ട്രാക്ട് ആണോ എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ആണ്. അങ്ങനത്തെ ടോപ്പിക്കുകൂടി നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് വി വിൽ ഓൾസോ ഇങ്ങനത്തെ ടോപ്പിക്കുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടും. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് എ ഗുഡ് എസ്സേ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും no, UPSC like those 1,000 people. UPSC only want those 1,000 people. Those 1,000 people will be there. Okay. അപ്പം ഓട്ടോമാറ്റിക്കലി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ നിൽക്കണം. GS-ന്റെ കാര്യത്തിലാണെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ക്യാൻ ബി എക്സ്പെക്ടഡ് ദിസ് ടൈം. അതുപോലെ തന്നെ എന്താണ് ബേബി 15 മാർക്ക് ക്വസ്റ്റ്യൻ, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, സോ you should be ready with with such kind of innovation, especially these days UPSC is going for such kind of എന്താണ് ഭയങ്കര ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അനദർ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു എസ്സേ എന്താ പറഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. ബേസിക്കലി കണ്ടന്റിന്റെ പ്രോബ്ലം എന്താണ്? ആക്ച്വലി അബ്സ്ട്രാക്ട് ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമുക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നു എന്നുള്ളതാണ്. മൂന്നെന്താണ്? ഈ എസ്സേന്റെ വേറൊരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ആസ്പെക്ട്സ് എസ്സേയിൽ വേണം. ആ ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് വീണ്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കുറച്ച് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ എഴുത്തിനെ മാറ്റിയെടുക്കാം, അല്ലെ? അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം സ്റ്റോറി മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ഈ ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യണം? പ്രസന്റ് ലെവലിലേക്ക് എസ്സേന്റെ റെലവൻസ് ഓഫ് ദ ടോപ്പിക്കിൽ നിന്ന് മിസ് ആവാതെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് അഗെയിൻ എ ചലഞ്ച്. അതേപോലെ തന്നെ സെയിം വേ ഡെപ്ത് ഓഫ് ദ എസ്സേ, അതായത് അനാലിസിസ് ഓഫ് ദ എസ്സേ എന്തായിരിക്കണം? അപ്പർ ലെവൽ ആവാൻ പാടില്ല. ലിറ്റിൽ ബിറ്റ് ഒരു 1 സ്റ്റെപ്പ് ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യണം? അനാലിസിസ് ഓഫ് എസ്സേ കുറച്ചുകൂടി ഹൈലി ഡെപ്ത്ഫുൾ ആയിട്ടുള്ള അനാലിസിസ് വരണം. അതേപോലെ തന്നെ ടോപ്പിക്കിന്റെ റിപ്പീറ്റേഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞ സാധനം തന്നെ വീണ്ടും വീണ്ടും പറയാതെ തന്നെ പുതിയ പുതിയ ടോപ്പിക്കുകളിലേക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ദെൻ മൾട്ടിപ്പിൾ ടോപ്പിക്കുകൾ നിങ്ങൾ ഒരു എസ്സേയിൽ കൊണ്ടുവരിക. സീമിംഗ്ലി ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിലും യുവർ ആർഗ്യുമെന്റ് ആൻഡ് നെഗോസിയേഷൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ദെൻ അനദർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പലപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് വേറെ ആയിരിക്കും, നിങ്ങൾ ആലോചിക്കുന്ന വേറെ ആയിരിക്കും. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സാമ്പിൾസ് കൊണ്ടുവരിക, ലാക്ക് ഓഫ് പ്രാക്ടീസ്, ഇതൊക്കെ എന്താണ്? ചലഞ്ചസ് ആണ്. ഓൾ ദിസ് വി നീഡ് ടു അഡ്രസ് വിത്ത് റെസ്പെക്ട് ടു ചലഞ്ചസ്. സോ എസ്സേന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ആസ്പെക്ട് എസ്സേയിലെ ടോപ്പിക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ബേസിക്കലി ഈ ഭാഗങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ എം ലൈക്ക് ലുക്കിംഗ് ഫോർ ദ പീപ്പിൾ ഹു ആർ റൈറ്റിംഗ് മെയിൻസ് റിയലി. സോ ബേസിക്കലി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു സെഷൻ സെപ്പറേറ്റ് എടുക്കാം. അന്ന് ഐ വിൽ ബി ഡിസ്കസിങ് മോസ്റ്റ് ഡീപ്ലി ഇൻ ദ ബേസിക് പാർട്ട്. അപ്പൊ ഞാൻ ബേസിക് പാർട്ട് ഇപ്പൊ ചെയ്യാത്തത് ഐ വാണ്ടഡ് ടു സേവ് ദ ടൈം ദോസ് ഹു ആർ റൈറ്റിംഗ് മെയിൻസ് ദിസ് ഇയർ. ഓക്കെ, സോ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ചൂസിങ് എ ടോപ്പിക് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഈ ചൂസിങ് ഓഫ് ടോപ്പിക്കിൽ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കസിങ് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് ടോപ്പിക്, ബിക്കോസ് ലെറ്റ്സ് സേ ദാറ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തീംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ തീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി 6-7 തീംസ് ഓഫ് എസ്സേ. ഈ തീംസ് ഓഫ് എസ്സേയിൽ വാട്ട് ഈസ് അവർ ഐഡിയ വിത്ത് റെസ്പെക്ട് ടു അവർ ടെസ്റ്റ് സീരീസ്, വാട്ട് ഈസ് അവർ ഐഡിയ? വി വിൽ ബി ഡെവലപ്പിംഗ് ഫോൾഡർ മെറ്റീരിയൽ ഫോർ ഓൾ ദീസ് തീംസ്. ഫോൾഡർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? പല ടോപ്പിക്കുകൾ, ഈ ഒരു തീമിൽ വരുന്ന ഏത് ടോപ്പിക്കുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് എസ്സേ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എസ്സേ വന്നു കഴിഞ്ഞാൽ, ഏത് ടോപ്പിക്കിൽ നിന്ന് എസ്സേ വന്നു കഴിഞ്ഞാലും യു വിൽ ബി ഏബിൾ ടു റൈറ്റ്. അപ്പം ഇവിടെ നേരത്തെ ഞാൻ കാണിച്ച പോലെ ടോപ്പിക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ടോപ്പിക്കുകൾ മാത്രമല്ല നോക്കേണ്ടത്, തീം ഓഫ് ദ എസ്സേ നോക്കണം. അത് നിങ്ങൾ പഠിച്ച തീമിൽ നിന്ന് വരുന്ന എസ്സേ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് ഉണ്ടാവും. ഇപ്പം നിങ്ങളിപ്പോ എഴുതാൻ നേരത്തെ നിങ്ങൾ പഠിച്ച തീം അവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എസ്സേന്റെ ഒരു 3 ടെസ്റ്റ് കഴിയുമ്പോഴേക്കും യു വിൽ ബി ഹാവിംഗ്, വി വിൽ ഓൾസോ പ്രൊവൈഡ് കണ്ടന്റ്. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി എസ്സേന്റെ മെറ്റീരിയൽ ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ മെറ്റീരിയൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കണ്ടന്റിന്റെ ബേസ് ചെയ്ത് വരുന്ന എസ്സേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തുള്ള സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഫോൾഡർ ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം എടുക്കേണ്ടത് നമ്മൾ പഠിച്ച തീമിൽ നിന്നുള്ള എസ്സേസ് ആണോ വരുന്നത് എന്നുള്ളത് നോക്കാം. 2, പഠിച്ച തീം തന്നെ ആകുമ്പോൾ അതേപോലെ റിപ്പീറ്റേഷൻ വരാനും പറ്റില്ല, കാരണം ടോപ്പിക് വേറെയാണ്, തീം മാത്രമേ ഇവിടെ സെയിം ഉള്ളൂ. അപ്പൊ ഈ ടോപ്പിക്കിന്റെ എക്സാക്ട് മീനിങ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ ഇത് 2016 ചോദിച്ച എസ്സേന്റെ ടോപ്പിക് ആണ്. മീൻസ് ഭയങ്കര അബ്സോർഡ് ആയിട്ടുള്ള, UPSC തന്നെ ബേസിക്കലി ഹാസ് ടു finally said that it is going to award mark for whatever meaning you are taking. So if the development is not engendered, it is endangered. So ഇത് ജെൻഡർ ഡയമെൻഷൻ ആണോ എൻഡേഞ്ചർ ഡയമെൻഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ് ടു ടേക്ക് ഇറ്റ്. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നതിൽ എന്താണ് ബേസിക്കലി നല്ലതല്ല.
നമുക്ക് കുറച്ചുകൂടി എന്താണ് മനസ്സിലാക്കി. ആരും എടുക്കാത്തത് കൊണ്ട് ഒരു ടോപ്പിക് എടുക്കണം എന്നില്ല. എല്ലാവരും എടുക്കുന്ന ടോപ്പിക് എടുക്കുന്നതും അല്ലെങ്കിൽ ആരും എഴുതാത്ത ടോപ്പിക്കിൽ എഴുതുന്നതുകൊണ്ട് മാർക്കിന് യാതൊരു വിധ റിലേഷനും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് കുറെ ആസ്പിരൻസ് എന്ത് ചെയ്യുന്ന ആരും എടുക്കാത്ത ടോപ്പിക്കുകൾ എടുത്ത് എഴുതുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. ബിക്കോസ് ബാക്കി എല്ലാ പേപ്പറും എല്ലാവരും എഴുതുന്നത് തന്നെയാണ് നിങ്ങളും എഴുതുന്നത്, അല്ലെ? GS1 ആണെങ്കിലും GS3 ആണെന്നുണ്ടെങ്കിലും GS2 ആണെന്നുണ്ടെങ്കിലും SA ആണെന്ന് എത്തിക്സ് ആണെന്നുണ്ടെങ്കിലും ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിലും ബേസിക്കലി ഓരോ ഓപ്ഷണൽ ആണെങ്കിൽ എല്ലാവരും എന്ത് എഴുതുന്നു അത് തന്നെ അതേ ആൻസർ തന്നെയാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പൊ SAയും അങ്ങനെ തന്നെ എഴുതി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കൂടുതൽ ആളുകൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തുകൊണ്ട് അതിന്റെ മാർക്ക് കുറയല്ല ചെയ്യുക. കൂടുതൽ ആളുകൾ ഒരേ ടോപ്പിക് എഴുതുമ്പോൾ അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കാണിക്കാൻ ഭയങ്കര ഈസിയാണ് ആക്ച്വലി. പക്ഷെ ആരും എടുക്കാത്ത ടോപ്പിക് എടുക്കുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ആരും എടുക്കാത്തത്? ഓൾറെഡി അത് ഡിഫിക്കൽട്ട് ടോപ്പിക് ആയിരിക്കും. ആ ടോപ്പിക്കിനെ വീണ്ടും ഇന്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വീണ്ടും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനകത്തൊരു ബിലോ ആവറേജ് മാത്രമേ ചിലപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാമിൽ നോക്കുമ്പോൾ യു ആർ വെരി കോൺഫിഡന്റ്ലി എടുത്ത ടോപ്പിക്കാണ്, അല്ലെ? നിങ്ങൾ എന്തെടുത്തതല്ല. എക്സാമിനറെ സംബന്ധിച്ചോളം നിങ്ങൾ ഇത് എക്സാമിനറിന്റെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി എടുത്താന്ന് എക്സാമിനർ വിചാരിക്കുന്നില്ല. എക്സാമിനർ എന്താ വിചാരിക്കുന്നത്? ഇയാൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള ടോപ്പിക് ഇതാണ്. കാരണം UPSC said that ഇതിൽ ഏറ്റവും കോൺഫിഡന്റ് ആയ ടോപ്പിക് എടുത്ത് എഴുതാൻ. സോ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയ ടോപ്പിക് എടുത്ത് നിങ്ങൾ എഴുതി. ആ കോൺഫിഡന്റ് ആയ ടോപ്പിക്കിൽ യു ആർ പെർഫോമിംഗ് ഓൺലി ബിലോ ആവറേജ്. ദെൻ വൈ ഷുഡ് ഐ ഗിവ് യു മാർക്ക്? റാദർ നിങ്ങൾ ശരിക്കും എന്താണ്, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയ ടോപ്പിക്ക് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് എടുക്കാതിരിക്കണ്ട. ആ ടോപ്പിക്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി, അത് റൈറ്റിംഗ് സ്കിൽ, അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് 120 അബോവിലേക്ക് പോകും. To bring that extra edge, we will be having trainings. ഓക്കെ, സോ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് ബേസിക്കലി എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെ രീതിയിൽ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ടോപ്പിക്കുകൾ ആദ്യം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ടോപ്പിക്കുകളെ നമ്മൾ പല തീമുകളാക്കി നമുക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ടോപ്പിക്കുകളെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ തീമുകളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. തീം 1, തീം 2, തീം 3 അങ്ങനെ 3-4 തീമുകളാണ്. ഇത് ഏതാണ് സിമിലർ തീമുകൾ വരുന്നത്. അപ്പം തീമുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ തീമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തീം എടുത്തതിന് ശേഷം ആ ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളുടെ മീനിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി, കൺഫ്യൂസ്ഡ് അല്ല, കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി മീനിങ് മനസ്സിലായ ടോപ്പിക്ക്. സോ അഗെയിൻ തീമുകൾ എടുക്കുമ്പോൾ മൊത്തം തീമുകളിൽ നിന്ന് ഇപ്പൊ ഒരു 5 തീമുള്ള എസ് ആണ് ചോദിച്ചിട്ടുണ്ടാവുക. 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 5 തീമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 5 തീമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള 3 തീം എടുക്കുന്നു. ആ 3 തീമുകളിൽ നിന്ന് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു 4 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഫൈനലി നിങ്ങളിലേക്ക് വന്നത്. സെക്ഷൻ എ 2 സെക്ഷൻ ബി 2 അങ്ങനെ 4 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഫൈനലി നിങ്ങളിലെത്തി. ഇനി ഈ ടോപ്പിക്കുകളിൽ ഓരോ ടോപ്പിക്കുകളിലും ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു എസ്സേക്ക് എന്തൊക്കെ ഉണ്ടാവും? എസ്സേയുടെ ടോപ്പിക് എന്ന് പറയുന്നതാണ് എസ്സേയുടെ ഒരു ആർഗ്യുമെന്റ്. ഒരു എസ്സേ എന്ന് പറയുന്നത് എന്താണ്? ആ എസ്സേയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് ആർഗ്യുമെന്റ്. UPSCക്ക് ഒരു ഡൗട്ടും ഇല്ല. ആ ടോപ്പിക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഇതെന്താ UPSC പറഞ്ഞ എന്താണ് നോക്കിക്കേ? The supreme art of war is subdue the enemy without fighting. UPSC do not have any doubt that whether it is correct or not. UPSC അത് സ്റ്റേറ്റ്മെന്റ് ആണ്. UPSC എന്താ പറഞ്ഞത്? ഏറ്റവും നല്ല ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു സബ്ഡ്യൂ ദ എനിമി. എനിമീനെ എന്ത് ചെയ്യുന്നു? നമ്മൾ വീഴ്ത്തുന്നു വിത്തൗട്ട് ഫൈറ്റിംഗ്. ഫൈറ്റ് ചെയ്യാതെ വീഴ്ത്തുന്നതാണ് ഏറ്റവും അടിപൊളി വാർഫെയർ എന്ന് UPSC is already knowing. So what is the main argument of the essay? The main argument of the essay is that the topic itself. So what is the argument of essay? Argument of essay is that what is the main theme idea put forwarded by the question? That is the argument of the essay. What is the main theme idea put forwarded by the question is the main argument of the essay. So 60% of your essay will be revolving around this particular topic. What is the argument? ഈ ആർഗ്യുമെന്റ് ആണ് നമുക്ക് ബേസിക്കലി അയക്കുന്നത്. ഇനി ഈ ആർഗ്യുമെന്റിനനുസരിച്ച് തോന്നിയതുപോലെ എഴുതുവാണ് നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് എന്താണ് ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് മനസ്സിലായി. ടോപ്പിക് സെലക്ഷൻ നമ്മൾ പറയുന്നത് എന്താണ് ഇതിന്റെ ആർഗ്യുമെന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോ ഇഫ് വി ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ആർഗ്യുമെന്റ്, ഏതിന്റെയൊക്കെ ആർഗ്യുമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് അവർ ഐഡിയ? ആർഗ്യുമെന്റ് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇത് 1200 പേജ് എഴുതണം. 1200 പേജ് എഴുതുമ്പോൾ നമുക്ക് ഈ ആർഗ്യുമെന്റ് മാത്രം ഉണ്ടോ ഒരു കാര്യമില്ല. ഈ ആർഗ്യുമെന്റിൽ നിന്ന് ഏതൊക്കെ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അതായത് കൗണ്ടർ ആർഗ്യുമെന്റ് കൂടി ഉണ്ടാവുമോ? ഓക്കെ, കൗണ്ടർ ആർഗ്യുമെന്റ് കൂടി ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ കൗണ്ടർ ആർഗ്യുമെന്റ് നോക്കിയത് സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. ബട്ട് വാട്ട് ഇഫ് സംടൈംസ് യു നീഡ് ടു ടേക്ക് ഗൺ ടു നോട്ട്, ചില സമയത്ത് യു നീഡ് ടു ടേക്ക് ഗൺ ടു ബേസിക്കലി മേക്ക് എ ഗൺ ഡൗൺ, അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ ടെററിസ്റ്റ് അറ്റാക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗൺ എടുക്കേണ്ടി വരും. ടു ടേക്ക് ഡൗൺ എ ഗൺ യു ഹാവ് ടു ടേക്ക് അപ്പ് എ ഗൺ. സോ ചില സമയത്ത് എന്താണ്? ചില സമയത്ത് ഐ ഫോർ ആൻ ഐ ഓൾസോ മേക്കിംഗ് ദ വേൾഡ് ജസ്റ്റിസ്. അപ്പം ചില സമയത്ത് അതിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്.
അപ്പം സുപ്രീം ആർട്ട് ഓഫ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യുന്ന വിത്തൗട്ട് എനിമീനെ ഫൈറ്റ് ചെയ്യാതിരിക്കുന്ന മാത്രമാണ്. ബേസിക്കലി വിത്തൗട്ട് ഫൈറ്റിംഗ് ആയിട്ട് എനിമിനെ വീഴ്ത്തുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരില്ലേ, അതൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ആവാം. ഓക്കെ, പക്ഷെ ഇതെന്താണ്, ഇത് ലാർജർ കോൺടെസ്റ്റ് ആർഗ്യുമെന്റ്. ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ഇത് മാത്രമല്ല എസ്സേന്റെ ഉള്ളിലോട്ട് എഴുതേണ്ടത്, കൗണ്ടർ ആർഗ്യുമെന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ സബ് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റിലേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കുറച്ചുകൂടി വരിക. അപ്പൊ ഇങ്ങനെ ഒരു എസ്സേയുടെ ആർഗ്യുമെന്റ്, അതേപോലെ തന്നെ ആ എസ്സേന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്, അതേപോലെ തന്നെ ആ എസ്സേയുടെ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ആ എസ്സേക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഓഫ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയയിലേക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിന് നിങ്ങൾക്ക് വേറെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല, നാരോ മൈൻഡ് സെറ്റിലൂടെ മാത്രം, ഒരു പർട്ടിക്കുലർ ലൈനിലൂടെ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയമെൻഷൻ എസ്സേയിൽ കൊണ്ടുവരുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എസ്സേ ടോപ്പിക്കുകൾ എടുക്കാതെ പല ടോപ്പിക്കുകളുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാനും തിങ്ക് ചെയ്യാനും പറ്റുന്ന ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടോപ്പിക് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ്സേ വിൽ ലുക്ക് ലൈക്ക് മൾട്ടി ഡയമെൻഷണൽ. എസ്സേ വിൽ ഓൾസോ ലുക്ക് ലൈക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ കൗണ്ടർ ആർഗ്യുമെന്റ് ആൻഡ് യു വിൽ ഓൾസോ ഹാവ് എ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. സോ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് ഇൻ എസ്സേ, അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്സേ എങ്ങനെ എഴുതണം നിങ്ങൾക്ക് മനസ്സിലാവും. സോ എസ്സേയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങളോട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് വാദിക്കുക. സോ ലെറ്റ്സ് സേ ദാറ്റ് എനി എസ്സേ ടോപ്പിക് ഈസ് ആൻ ഹൈപ്പോത്തിസിസ്. സോ ഫസ്റ്റ് ഈസ് ആൻ ഹൈപ്പോത്തിസിസ്. യു നോ വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ് അല്ലെ? നമ്മളൊരു സാധനം ടെസ്റ്റ് ചെയ്യാണ്. അപ്പം ലെറ്റ്സ് സേ ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ബേസിക്കലി നേരത്തെ മഡി വാട്ടർ ഈസ് ബെസ്റ്റ്. The muddy water is best cleared by living alone. So this is an hypothesis. ഇതൊരു സയൻസ് ആണ് നിങ്ങൾ വിചാരിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇനി എക്സ്പെരിമെന്റ് നടത്തുകയാണ്. നിങ്ങളോട് പറഞ്ഞു, ഒരാൾ പറയാണ് മഡി വാട്ടറിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും അല്ലെ, അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. നൗ യു വാണ്ടഡ്, യു ആർ എ സയന്റിസ്റ്റ്, യു നീഡ് ടു പ്രൂവ് ദാറ്റ് വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. Okay, so initially, since the hypothesis says that muddy water is best, best എന്താണ് ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഹീലായി കിട്ടുന്നു. മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർ ബൈ ലിവിങ് ഇറ്റ് അലോൺ. ഓക്കെ, മഡി വാട്ടർ ക്ലിയർ ആവണമെന്നെങ്കിൽ എന്ത് ചെയ്യണം, ലിവിങ് ഇറ്റ് അലോൺ ആണ്. ബേസിക്കലി ഒറ്റയ്ക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് മഡി വാട്ടറിന് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മഡി വാട്ടർ വെറുതെ ഇടുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം. ഓക്കെ, ഇനി ഇത് ശരിയാണോ എന്ന് നമ്മൾ എന്ത്, നമ്മൾ ശരിയാണെന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പല കണ്ടീഷൻസ് എടുക്കുകയാണ്. പല കണ്ടീഷൻസിലും ബെസ്റ്റ് എന്ന് പറയുന്നത് മഡി വാട്ടറിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുമ്പോൾ അത് തന്നെ ക്ലിയർ ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ബെസ്റ്റ് സിറ്റുവേഷൻ? പേഴ്സണൽ ലൈഫിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ കെയോസസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ, എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്ന സമയത്ത്, ഒരാൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു, ചീത്ത പറയുന്ന സമയത്ത് അവിടെ നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ വീണ്ടും എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആവും. സോ മഡി വാട്ടർ വീണ്ടും എന്താവും, മഡി വാട്ടർ ആയി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ലിസൺ ടു ദ പേഴ്സൺ ആൻഡ് വി ഷുഡ് റെസ്പോണ്ട് ടു ദ പേഴ്സൺ റാദർ ദാൻ റിയാക്ടിങ്. സോ ലിവ് ഇറ്റ് അലോൺ. ആ സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. സംടൈംസ് ടൈം വിൽ ഫിക്സ് ഇറ്റ് അല്ലെ, നമ്മൾ പറയാമല്ലോ, സംടൈംസ് എന്താണ്, തിങ്സ് വിൽ ഫിക്സ്ഡ് ബൈ ടൈം, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എനിത്തിങ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചില കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ചേഞ്ചസ് വരും. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുക, ലൈഫിന്റെ കാര്യത്തിൽ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് സെൻസിബിൾ ആവണമെന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും അവൾ പാത്ത് വാസ് റൈറ്റ്, അല്ലെങ്കിൽ ഇതൊരു ഫേസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ വളരെ സ്ട്രഗിളിംഗ് ഫേസിലായിരിക്കും. ഇപ്പൊ നാളെ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്ന് വരില്ല. പക്ഷെ ഇഫ് യു ഗിവ് സം ടൈംസ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സെറ്റിൽ. നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വരും. അപ്പൊ മഡി വാട്ടർ എന്താണ് നമുക്ക് മനസ്സിലായി. ലൈഫ് ഇൻഡിവിജ്വൽ ലൈഫിൽ നോക്കുമ്പോൾ കറക്റ്റ് ആണ്. എക്കണോമിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് എക്കണോമിയിൽ നിങ്ങൾ നോക്കിയ മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്, ബേസിക്കലി എക്കണോമിക്കലി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നെങ്കിലും ശരിയാണ്. ചില സമയത്ത് എന്താണ്, എക്കണോമിക്കലി ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, MSME സെക്ടറിൽ നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് MSME സെക്ടറിൽ കുറെ റെഗുലേഷൻസ് കൊണ്ടുവരാം. സോ ദാറ്റ് MSME റെഗുലേഷൻ വിൽ ബി എന്താണ്, ഓർഗനൈസ്ഡ് സെക്ടർ ആവും. പക്ഷേ ഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ട് പെട്ടെന്ന് MSME സെക്ടറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ there is a chance of collapsing. But if you are living alone, so we are giving some time for the MSME sector. So we are setting a sunset clause. നമ്മൾ എന്ത് ചെയ്യുന്നു, MSME സെക്ടറിന് ഒരു സൺസെറ്റ് ക്ലോസ് കൊടുക്കുന്നു. സോ വി ആർ ലിവിംഗ് അലോൺ. ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ടഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ദേ വിൽ ഗ്രോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടൈം. ഇറ്റ് ഈസ് ബെറ്റ് ക്ലിയർഡ്. ദീസ് ആർ ദ എക്സാമ്പിൾ, ദീസ് ആർ നോട്ട് ദി പോയിന്റ് ആർഗ്യുമെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒക്കെ എക്സാമ്പിൾസ് ആണ്, പക്ഷെ എന്തല്ല, ആർഗ്യുമെന്റ് അല്ല. ആർഗ്യുമെന്റ് എന്താണ്, ബേസിക്കലി മണ്ടി. ഇനി ആർഗ്യുമെന്റ് എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമ്മൾ വാദിക്കണം. വൈ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. ഞാൻ ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. സോ ദിസ് ഇസ് ആൻ ഹൈപ്പോത്തിസിസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പല ആസ്പെക്ട്സിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാണ്. മഡി വാട്ടറിനെ ലിവിംഗ് അലോൺ എന്ത് ചെയ്ത് ഇത് ക്ലിയർ ആവോ എന്നുള്ളത് പല സമയത്ത് ചെക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഇത് ക്ലിയർ ആവുന്ന സിറ്റുവേഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അല്ലെ.
അപ്പം പക്ഷെ സയൻസിൽ ഒരു സാധനം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അത് എക്സ്പെരിമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് സയൻസിൽ ഒരു സാധനം ഒരു തിയറി ഉണ്ടാക്കുക? ആദ്യം നമ്മളിപ്പം H2 ആണ് അല്ലെ, H2 ആണ് നമുക്ക് വാട്ടർ കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 ഹൈഡ്രജൻ എടുക്കുന്നു, ഒരു ഓക്സിജൻ എടുക്കുന്നു, വെള്ളം ഉണ്ടായി. അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് നോക്കി, ഹൈഡ്രജനും വെള്ളം ഓക്സിജനും എടുത്തപ്പോ വെള്ളമായോ. ഓക്കെ, US പോയി നോക്കി, ഇന്ത്യയെ വന്ന് നോക്കി, കടലിന്റെ അടിയിൽ പോയി നോക്കി, ഭൂമി പോയി നോക്കി, എല്ലായിടത്തും സംഭവം സെയിം ആണ്. പക്ഷെ അതുകൊണ്ട് മാത്രം H2O ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാവുമെന്ന് പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും വെള്ളമാവുമോ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്കിത് ശരിയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് ഫാൾസിഫൈയിങ്. ഓക്കെ, സയൻസിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി വിൽ ഫാൾസിഫൈ. എന്താണ് ഫാൾസിഫൈ ചെയ്യുന്നത്? ഇപ്പൊ ഇത് ശരിയാണെന്ന് വാദിക്കുന്നതിന് പകരം ഇത് തെറ്റാണ് എന്നുള്ളതുകൂടി വാദിക്കുമ്പം ഇറർ കറക്റ്റ് ആണോ എന്നുള്ളതുകൂടി എനിക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടർ ആർഗ്യുമെന്റ്. ദാറ്റ് ഈസ് യുവർ കൗണ്ടർ ആർഗ്യുമെന്റ്. യു ആർ കൗണ്ടറിങ് ദി the main notion, main hypothesis of the essay. എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ നിങ്ങൾ എന്താണോ ശരി എന്ന് പറഞ്ഞത് അതിന്റെ തെറ്റാവാനുള്ള പോസിബിലിറ്റീസ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശരിയാവുന്ന പോസിബിലിറ്റീസ് ആണ് ശരിയാക്കിയെങ്കിൽ ഇപ്പൊ നിങ്ങൾ പർപ്പസ്ഫുള്ളി പല സിറ്റുവേഷൻസ് എടുത്ത് ഇത് തെറ്റാവാനുള്ള ചാൻസസ് നിങ്ങൾ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ with respect to Naxalism in India, muddy water is best. Naxalism in India is a muddy water. It is completely chaos. Lesser development, alle arms are killing happening cheyunu, women subjugation cheyunu. So it's a muddy water. So almost 50 years India nammal endu cheyidu, we left it alone. നമ്മൾ എന്ത് ചെയ്ത് തൊട്ടില്ല, നമ്മൾ അവരെ സ്വയം അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. പക്ഷെ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലിവിംഗ് ഇറ്റ് അലോൺ എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ആവുന്നില്ല. വി ഹാവ് ടു ടേക്ക് സം ചാൻസസ്. സോ ഗവൺമെന്റ് ഫിക്സ്ഡ് എ ടാർഗറ്റ് 2026 March 31st India will be zero Naxalism. So a targeted operation Grey Hunts we operated. We given for various schemes to submit and come back to their life. We also given various rural development projects. So sometimes we need to take actions. Because sometimes muddy water will only get clear when we take actions, and sometimes this muddy water is also a better place to sprout better flowers. For example, lotus is muddy water, and muddy water sometimes give better life, better opportunities, better clarity and better understanding. So muddy water also very needed സാധനമാണ്. അപ്പൊ അത് muddy water എപ്പോഴും വെറുതെ വിടുന്നതല്ല. ചില സമയത്ത് muddy water you need to take an action. എന്തുകൊണ്ട് you need to take an action? Because sometimes not taking an action will always defeat. Because each and every day നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മളെ വൈ പാർട്ടാണ്. ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രോഗ്രസിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. സോ പല ആസ്പെക്ട്സിൽ നമ്മൾ ഇതിനെ തെറ്റാണോ എന്ന് വാദിക്കുന്നു. സോ നൗ യു ചെക്ക് ദ ബോത്ത് ആസ്പെക്ട്. ഇത് ശരിയാവാനുള്ള ചാൻസസ് ഉള്ള ഏരിയാസ്, ഇത് തെറ്റാവാനുള്ള ചാൻസസ് ഉള്ള ഏരിയാസ്. പക്ഷെ എസ്സേ ചോദിക്കുന്നത് ഇത് ശരിയാണെന്നാണ് എസ്സേ വിചാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 60% ഓഫ് എസ്സേ ഈസ് ദ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ദ ആർഗ്യുമെന്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഈസ് ദ കൗണ്ടർ ആർഗ്യുമെന്റ്. യു ആർ ഫാൾസിഫൈയിങ് ദ സ്റ്റേറ്റ്മെന്റ്. യു ചെക്ക് ദാറ്റ് ദിസ് ഈസ് റോങ് എന്നുള്ളതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ കണ്ടെത്തുന്നു, അതിനുള്ള പോയിന്റ്സുകൾ നിങ്ങൾ കണ്ടെത്തുന്നു, അതിനുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടെത്തുന്നു. നൗ യു അണ്ടർസ്റ്റുഡ് എക്സാക്ട്ലി വാട്ട് ഈസ് എക്സാക്ട് പോയിന്റ്. അതായത് രണ്ട് സൈഡും നിങ്ങൾ കണ്ടു. Now you need to make a concluding argument. കാരണം ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റില്ല മഡി വാട്ടർ ബെസ്റ്റ് ലിവിങ് അലോൺ ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മഡി വാട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി അതിനകത്ത് എന്ത് ചെയ്യണ്ട, ആക്ഷൻ എടുക്കണം എന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എല്ലാ ഭാഗവും സംസാരിച്ചു കഴിഞ്ഞു. Now you create your own an innovative solution to handle this situation. എവിടെ ഇങ്ങനെ ഇന്നോവേറ്റീവ് സൊല്യൂഷൻ കൊണ്ടുവരുന്നുള്ള നമ്മൾ ഓരോ ടെസ്റ്റ് എടുക്കുന്നത് നമുക്ക് എന്ത് പറയാം, ഓരോ എസ്സേക്ക് ഓരോ രീതിയിൽ നമുക്ക് പല രീതിയിൽ അത് നിങ്ങളുടെ തോട്ടുള്ളതിന്റെ അനുസരിച്ച് എടുക്കാം. ഇപ്പൊ എന്റെ തോട്ടുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കൺക്ലൂഷൻ എടുത്തോണ്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് സ്വയം ഒരു കൺക്ലൂഷൻ എഴുതാൻ പറ്റണം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് യുവർ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ്. വൈ യു ആർ ടേക്കിംഗ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റാൻഡ്, where you are understanding that എന്തുകൊണ്ട് ഇതിനെ ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്. സോ നൗ യു ആർ നോ മോർ എഗ്രീയിങ് വിത്ത് എസ്സേ ടോപ്പിക്. എസ്സേ ടോപ്പിക്ക് നിങ്ങൾ മാറി. എസ്സേ ടോപ്പിക്ക് പറയുന്നത് തെറ്റാണെന്നുള്ളതും നിങ്ങൾ പ്രൂവ് ചെയ്തു, എന്നാൽ ശരിയാണെന്നും പ്രൂവ് ചെയ്തു. Then now you should bring up with a statement. What is the exact proven hypothesis? എന്താണ് ആക്ച്വൽ റിയൽ ലൈഫിലുള്ള തിയറി? And if you are looking at essay, എന്തൊക്കെ നിങ്ങൾ ചെയ്തു? നിങ്ങൾ ആ പറഞ്ഞ ടോപ്പിക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തു, മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ ചെക്ക് ചെയ്തു, അതിനുള്ള റീസൺസ് കണ്ടെത്തി, വൈ പാർട്ട് കണ്ടെത്തി. ഞാൻ പറഞ്ഞത് എക്സാമ്പിൾസ് ആണ്. വൈ പാർട്ട് എന്താണ്, എന്തുകൊണ്ടാണ് മഡി വാട്ടർ ലിവ് ഇറ്റ് അലോൺ എന്ന് പറയാൻ കാരണം കെയോസ് ഉള്ള സമയത്ത് ചില സമയത്ത് കെയോസ് എക്സ്റ്റേണൽ ആവാം, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ ഇൻഡിവിജ്വൽ ലൈഫിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംടൈംസ് ദ പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ someone else and we think that we are the responsible person and we look at it or keep on doing work, but that may not be helping. Sometimes we will be searching, giving the solution in the point where the problem is actually happened.
സോ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോബ്ലത്തിൽ തന്നെയായിരിക്കും പ്രസ് ചെയ്യുന്നത്. സംടൈംസ് ഇഫ് യു ഹാവ് എ പുഷിംഗ് ഇൻ ദ സെയിം ഇഷ്യൂ ദർ വിൽ ബി ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് ഇറ്റ് ബൈ അലോൺ. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് റീസൺസ് യു ക്യാൻ മേക്ക് ഇറ്റ്. അത് നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പല ആർഗ്യുമെന്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, പല ആർഗ്യുമെന്റും പല എക്സാമ്പിളും നമ്മൾ കൊണ്ടുവരുന്നു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പല ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം. വി വിൽ ഓൾസോ പ്രൊവൈഡ് മെനി ബുക്സ് ആൻഡ് ദെയർ ഷോർട്ട് സ്റ്റോറീസ്. ബുക്സിൽ നിന്നുള്ള കുറെ സ്റ്റോറീസ്, സിനിമകളിൽ നിന്നുള്ള സ്റ്റോറീസ്. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ the examiner will kind of think that you are a person of wide reading and you are a person who understand, you are beautifully പല സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹോളിസ്റ്റിക്കലി ഒരു എസ്സേ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. എന്താണ്, we checked an hypothesis 60%, we counter the hypothesis for the next 30%, and the 10% you concluded it. അല്ലെ, അതിനകത്ത് ഇൻട്രൊഡക്ഷൻ എന്താണ്, ഹൈപ്പോത്തിസിസിലേക്ക് നീ ലിങ്ക് ചെയ്യുന്ന ഭാഗം. Now this is the simple research paper. Now this is look like a research paper, but research papers are boring. Alle, now this is just look at award movie research paper. What you need to make it now you need to have a masalas. Endinu venam to make it interesting. This person's life is already boring and you are making it more boring. So what you need to giving? You need to giving thrilling effort. Alle, thrill kodukkanam, ayalku masala kodukkanam, ayalku interested avanam. And that person while reading should always think that this person he should be immersed in the reading. It's not look like ella essay ore pole avunna alleki iyal mattu. It is just like another essay, not like that. അതിന് എല്ലാ സ്ഥലത്തും എഫോർട്ട് എടുക്കണമെന്നില്ല. കാരണം മൊത്തത്തിൽ അത് വലിയൊരു എഫോർട്ട് അല്ല. കാരണം ഈ എസ്സേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഓരോരുത്തർ എഴുതുന്ന എസ്സേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 90% essay look like the same. കോണ്ടന്റും മോസ്റ്റ്ലി സെയിം ആയിരിക്കും, എക്സാമ്പിൾസും സെയിം ആയിരിക്കും. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എസ്സേയിൽ ആക്ച്വലി വലിയ വലിയ മാറ്റങ്ങൾ വരും. ചെറിയ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. അതാണ് എസ്സേന്റെ പ്രത്യേകത. കാരണം മോസ്റ്റ്ലി 90% കണ്ടന്റ് സിമിലർ ആണ്. അവർ ഇത്ര എഫോർട്ട് എടുക്കണമെന്നില്ല. ആൻഡ് മെനി പീപ്പിൾ ഡു നോട്ട് നോ ആക്ച്വലി ഹൗ ടു റൈറ്റ് ആൻ എസ്സേ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് കുറവുള്ളതും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ടെസ്റ്റ് ഉള്ളതും എസ്സേക്ക് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ലെസർ എഫോർട്ടാണ്. ബിക്കോസ് ഹിയർ യു ഫീൽ ലൈക്ക് ദർ ഇസ് നത്ത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ UPSC ആസ്പിരൻസിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് പണിയെടുത്തിട്ടേ നമുക്ക് മാർക്ക് കിട്ടാവുള്ളൂ എന്ന് പറഞ്ഞൊരു വാശി നമുക്കുണ്ട്. അതായത് GS1ഉം GS2ഉം GS3യും നമുക്ക് കുറെ വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ അറ്റൻഷനും എപ്പോഴും GS2ലും GS3യിലേക്ക് കൊടുക്കും. കാരണം അവിടെ പണിയെടുക്കാം. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് ഇഷ്ടം പണിയെടുക്കണം. പ്രോസസ് പഠിച്ചു നാളെ എനിക്ക് തോന്നാൻ പാടില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് എസ്സേ എഴുതില്ല. കാരണം എസ്സേയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പഠിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ എസ്സേയിൽ ഒന്നും ഇൻപുട്ട് കൊടുക്കാനില്ല, എനിക്ക് അങ്ങ് പോയി എഴുതിയാൽ മതി. അപ്പം അവിടെ ഞാൻ നാളെ പണിയെടുക്കാത്ത പോലെ തോന്നും. സോ ഐ ആം ഓൺലി മേക്കിംഗ് ഷുവർ ദാറ്റ് അടുത്ത വർഷം എസ്സേ എഴുതുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയണം സർ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് മെയിൻസ് കിട്ടിയില്ല, ഞാൻ പറയും ഐ പുട്ട് മൈ എഫോർട്ട് ഇട്ടു, ഞാൻ നല്ല എഫോർട്ട് ഇട്ടു എന്ന് പറയും. നല്ലോണം പഠിച്ചു, നല്ലോണം കുറെ നേരം പഠിച്ചു. എഫോർട്ട് വേണം, എഫോർട്ട് വേണ്ട എന്നുള്ളതല്ല, ബട്ട് റിക്വയർഡ് എഫോർട്ട്. ആ പേപ്പറിനനുസരിച്ച് സ്ട്രാറ്റജിക്കലായിട്ട് വേണം നമ്മൾ എഫോർട്ട് ഇടാൻ വേണ്ടിയിട്ട്. അത് ഏത് പേപ്പർ ആണെന്നുണ്ടെങ്കിലും, GS2 ആണെങ്കിലും GS3 ആണെങ്കിലും GS1 ആണെങ്കിലും. അപ്പം അതേപോലെ തന്നെ എസ്സേയിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഫോർട്ട് ഇടണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഹോളിസ്റ്റിക് ആയിട്ട് ഒരു എസ്സേ എന്ന് പറയുന്നത്. ഇനി എസ്സേക്ക് ഓരോ പാർട്ടുകളുണ്ട്, അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ എസ്സേന്റെ പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെ. ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് എസ്സേനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ എസ്സേനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇൻട്രസ്റ്റ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഈ എസ്സേന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ ദി റീഡർ. നമ്മൾ എപ്പോഴും എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണേണ്ട ഒരേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീഡറാണ്. ഈ റീഡറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക. അല്ലാതെ നമുക്ക് ബേസിക്കലി എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള മാത്രം എഴുതുന്നതല്ല. റീഡറിനെ സംബന്ധിച്ചോളം ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതിന് എന്താണ് ബേസിക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റീഡറിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ റീഡർ ഇപ്പൊ എന്താണ്, എസ്സേന്റെ പുറത്താണ്. എസ്സേന്റെ പുറത്താന്ന് പറഞ്ഞ എന്താ അർത്ഥം? അയാൾ ഒരു പേപ്പർ എടുത്തു, എസ്സേ വായിക്കാൻ പോകുന്നു. അപ്പൊ റീഡർ ഈസ് ആക്ച്വലി ഔട്ട്സൈഡ് ദ എസ്സേ, ഈസ് ജസ്റ്റ് ഗോയിങ് ടു റീഡ് ദ എസ്സേ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വായിക്കുമ്പോൾ ഇയാൾ ഓട്ടോമാറ്റിക്കലി ഹിസ് തോട്ട്സ് വിൽ ബി സംതിങ് എൽസ്. കാരണം ഹ്യൂമൻസിന്റെ തോട്ട്സ് എപ്പോഴും പല സ്ഥലത്തായിരിക്കും. അപ്പൊ ഇയാൾ പല സ്ഥലങ്ങളിലേക്ക് തോട്ടുള്ള ഒരാളെ ഞാൻ ഇനി എന്തിനും ഈ തോട്ടിലേക്ക്, ഈ എസ്സേന്റെ പോയിന്റിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ എങ്ങനെ എനിക്ക് അയാളെ സോഫ്റ്റ് ലോഞ്ച്, നമ്മൾ പറയും ഇപ്പൊ പുതിയ അല്ലെ, സോഫ്റ്റ് ലോഞ്ച് ചെയ്യണം. സോ യു നീഡ് ടു സോഫ്റ്റ് ലോഞ്ച് ദിസ് പേഴ്സൺ. അയാൾ പോലും അറിയാതെ ഇയാൾ എസ്സേയിലേക്ക് ഡ്രൈവിംഗ് ചെയ്യണം. ദാറ്റ് ഈസ് ദ എൻറ്റയർ ഐഡിയ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ എസ്സേ. സോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ 1.5 പേജ് വരെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പൊ അതിൽ കൂടുതൽ എഴുതാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. 1.5 പേജ്, മാക്സിമം 2 പേജ് ഒന്നും പോവാതിരിക്കുക. കാരണം 1.5 പേജ് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. അപ്പൊ ഈ 1.5 പേജില്
മേക്ക് ഹിം ക്യൂരിയസ് ടു റീഡ് ദി ഫർദർ യുവർ എസ്സേസ്. അവിടെ നമ്മൾ ടോപ്പിക് പറയേണ്ട കാര്യമില്ല, അവിടെ നമ്മൾ കാര്യങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണ്ട. പക്ഷെ മേക്ക് ഹിം ജനറേറ്റ് ദാറ്റ് ക്യൂരിയോസിറ്റി ഇൻസൈഡ് ദ റീഡർ, സോ ദാറ്റ് റീഡർ വിൽ ഫീൽ ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് സംതിങ് ടു ടെൽ. എന്തൊക്കെയോ ഇയാൾക്ക് കൂടുതൽ അറിയാം. അത് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ക്രിയേറ്റീവായിട്ട് ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാം, രണ്ട് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇൻട്രൊഡക്ഷനിൽ തന്നെ ഈ എക്സാമിന് അത് കുറച്ചുകൂടി നമുക്ക് രണ്ട് വെറൈറ്റി ആണ്, രണ്ട് ലെവൽ ഓഫ് പേഴ്സൺസ് ആണ്. ഒരു കുറച്ചൊരു വേറൊരു ലെവൽ ഓഫ് പേഴ്സൺസ് ഉള്ള ആളുകൾക്കാണ് ബേസിക്കലി ആ രീതിയിലുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. അപ്പം റീഡറിനെ സംബന്ധിച്ചോളം റീഡറിന് ഒരു എക്സ്ട്രാ റീഡിങ് ഇന്റലക്ച്വൽ ലെവലിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ അത് നമുക്ക് ഡയറക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ ഓഫ് ഡിബേറ്റ്സ്, അപ്പം എസ്പെഷ്യലി പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആൻഡ് ഡിബേറ്റ്സ് വരുന്ന സമയത്ത് യു ക്യാൻ കം അപ്പ് വിത്ത് തിങ്കേഴ്സ്, ബുക്സ്, അങ്ങനെയുള്ള രീതിയിൽ കുറച്ചൊരു ഇന്റലക്ച്വൽ ലെവലിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട്, പക്ഷെ അതിന്റെ എൻഡ് വരെ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ ബേസിക്കലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ എസ്സേ എഴുതുന്നത് ഓപ്ഷണൽ ടൈപ്പിൽ നിന്നുള്ള എസ്സേ ആണ് വരുന്നതെങ്കിൽ, പണ്ടൊക്കെ അങ്ങനെ വരുമായിരുന്നു, ഓപ്ഷണൽ ടൈപ്പുള്ള എസ്സേയിലാണ് വരുന്നെങ്കിൽ യു ക്യാൻ സോഫ്റ്റ് ലോഞ്ച്, കംപ്ലീറ്റ്ലി തിയറി എഴുതാന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് ഇന്റലക്ച്വൽ ഡിസ്കഷൻ ഓഫ് എസ്സേ. പക്ഷെ പൊതുവേ അങ്ങനത്തെ എസ്സേസ് വളരെ കുറവാണ്. അപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെറിയ സാധനങ്ങൾ മതി, പക്ഷെ ചെറിയ സാധനങ്ങൾ എന്ത് ചെയ്യുക? ക്രിയേറ്റീവ് ആയിട്ട് ലോഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അവിടെ റീഡറിന് എന്ത് ചെയ്യണം? റീഡറിന്റെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നോക്കുന്നത്. ആ ക്വസ്റ്റ്യന് റെലവെന്റ് ആയിട്ടുള്ളതാണോ, കൺസൈസ് ആയിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ, ഇൻട്രൊഡക്ഷന്റെ അപ്പം നമ്മുടെ ഐഡിയ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഐഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ, കുറെ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തുടങ്ങാം, നരേറ്റ് അനിക്ഡോട്ട് പറഞ്ഞു തുടങ്ങാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് ഡാറ്റ വേരിയേഷൻസ്, ഇപ്പൊ പല ഡാറ്റാസ് വെച്ചിട്ട് ഈ ഡാറ്റാസിലുള്ള വേരിയേഷൻസ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഇൻഫറൻസ് എടുത്തിട്ട് ആ ഇൻഫറൻസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എസ്സേ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് വെരി തറോ അനലിറ്റിക്കൽ എസ്സേ ആയിട്ട് നമുക്ക് ഇനിഷ്യലി ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ വാട്ട് യു ആർ ഡൂയിങ് ഈസ് ദാറ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ സേ ദാറ്റ് ദിസ് എസ്സേ ഈസ് അബൌട്ട് സംതിങ് ലൈക്ക് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ആണെന്ന് വിചാരിക്കുക. സോ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയ എസ്സേ ആണെങ്കിൽ വേരിയസ് ഡാറ്റ പ്രൊജക്ഷൻസ് ഓഫ് വേരിയസ് കോൺട്രാഡിക്ഷൻസ് ബിറ്റ്വീൻ ദ ഡാറ്റ കാണിച്ചിട്ട് അതിൽ നിന്ന് ഒരു അനലിറ്റിക്കൽ എടുത്തിട്ട് ഈ അനലിറ്റിക്കൽ സാധനത്തിന് ഇൻട്രൊഡക്ഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഓക്കെ, സോ അതിലേക്ക് കുറച്ച് ആ ടോപ്പിക്ക് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ആ ടോപ്പിക്കിനനുസരിച്ചാണ് എഴുതാൻ പറ്റുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് എഴുതാം. പക്ഷെ സ്റ്റോറി പറയുക എന്നുള്ളതും നരേറ്റ് അനിക്ഡോട്ടൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എസ്സേസ് ആണ്. ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യുക, ഇൻട്രൊഡക്ഷനിൽ തന്നെ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇപ്പൊ നമ്മളൊരു സീൻ കാണിച്ചിട്ട് ഒരു ഇനിഷ്യൽ ഒരു സീൻ കാണിച്ചിട്ട് ആ സീനിനെ അവിടെ കട്ട് ചെയ്തിട്ട് ബാക്കി എസ്സേയിലേക്ക് പോവാ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമയിൽ കാണിക്കില്ല, ആദ്യം ഒരാളെങ്ങാനും കൊല്ലുന്നതായിട്ട് കാണിക്കും, പിന്നെ ആ സീനുമായിട്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരാളെ കൊല്ലുന്നതായിരിക്കും, പിന്നെ നമുക്ക് ഫുൾ എന്താണ് ആ സ്റ്റോറി അവിടെ നിന്ന് കട്ടാവും. ആ കട്ടായതിനു ശേഷം എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മൾ വേറെ എവിടെയോ പോകുന്നു, പിന്നെ അവസാനം ക്ലൈമാക്സിലായിരിക്കും ആ കൊല്ലുന്ന സീൻ വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ പുട്ടിങ് ആൻ ഹിന്റ് ദാറ്റ് there is something at towards my end of my essay. എക്സാമിനറോട് ആദ്യം പറയാണ് എന്റെ എൻഡിൽ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് സാറ്, ഒരു അടിപൊളി സാധനം ഉണ്ട്, വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പൊ എക്സാമിനർ വിൽ ഓൾസോ വിൽ ബി ലുക്കിംഗ് അറ്റ് ദ പേഴ്സൺ ഹൂ കിൽഡ് ദിസ്. ഞാൻ കില്ലിംഗ് ഉദ്ദേശിച്ച് ഞാൻ സിനിമയായിട്ട് കണക്ട് ചെയ്യാണ്. ഇപ്പൊ എസ്സേയിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സാധനം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? എക്സാമിനർ അതിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പൊ പല രീതിയിൽ, ഒന്ന് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ കണക്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എഴുതി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ആ സസ്പെൻസ് പൊളിഞ്ഞു പോകും. അപ്പൊ സസ്പെൻസ് പൊളിയാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമൽ സ്റ്റോറി വെച്ച് എഴുതാം. പക്ഷെ നോർമൽ സ്റ്റോറി വെച്ച് എഴുതുമ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് താഴെ വെച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറി എഴുതരുത്. സ്റ്റോറി എഴുതി ശീലമില്ലാത്ത ആളുകൾക്കും ഡയലോഗ്സ് ഒക്കെ വെച്ച് സ്റ്റോറി എഴുതരുത്, കാരണം അത് കയ്യിൽ നിന്ന് പോകും. കാരണം സ്റ്റോറി പെട്ടെന്ന് നമുക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ടാവും. സ്റ്റോറി പെട്ടെന്ന് ഭയങ്കര മീഡിയോക്കർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ സ്റ്റോറി നിങ്ങൾക്ക് ഒരു നല്ല കോൺവെർസേഷൻ ആയിട്ട് ടച്ചിങ് ആയിട്ട് എഴുതി കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ദാറ്റ് സ്റ്റോറി വിത്ത് ഇൻട്രൊഡക്ഷൻ, ദെൻ ഗോ ടു ദി ബോഡി പാർട്ട് ഓഫ് ദി എസ്സേ. ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഡെഫിനേഷൻ ഓഫ് ദി എസ്സേ എന്ന് പറയുന്ന സാധനങ്ങൾ ഒരു ഓപ്ഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഡോണ്ട് എവർ ഡു ദാറ്റ്. നേരത്തെ തന്നെ പോയിട്ട് ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് ദിസ് എസ്സേ എങ്ങനെയാന്ന് പറയുന്നത്. പണ്ട് GS ടൈപ്പ് ആയിരുന്നപ്പോൾ ഇറ്റ് വാസ് എ പോസിബിലിറ്റി. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഇപ്പൊ ഫെഡറലിസത്തെ പറ്റിയുള്ള ഒരു എസ്സേ ആണ് ചോദിക്കുന്നത്. there is a high possibility that like ഇങ്ങനെയുള്ള ഫെഡറലിസം ടൈപ്പ് ആയ എസ്സേസിലൊക്കെ like this year there is also a possibility to ask a GS type essay. അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് അവിടെയുള്ള പോസിബിലിറ്റി എടുക്കാം, കാരണം ഇത് കുറെ വർഷമായിട്ട് ഇതേ പാറ്റേൺ ആണ്.
ആൻഡ് UPSC ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ പാറ്റേൺസ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല. സോ ദർ ക്യാൻ ബി എ ചാൻസ് ദാറ്റ് ഈവൺ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു മിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു ജനറൽ സ്റ്റഡീസിന്റെയും അബ്സ്ട്രാക്ടിന്റെയും മിക്സ്ഡ് എസ്സേസ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ രീതിയിലേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഈ ലാംഗ്വേജ് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ഭയങ്കര കുറച്ചുകൂടി ക്രസ്പായിട്ട് ചെറിയ വേർഡിങ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്സേസും ചോദിക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഡെഫിനേഷൻ ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓക്കെ, ഫെഡറലിസത്തിനെ പറ്റിയിട്ടുള്ള, ഫിസിക്കൽ ഫെഡറലിസത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ ആസ് എ ഫെഡറൽ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറീസ്, ദ കോൺസെപ്റ്റ് ഓഫ് ഇവിടുത്തെ തിയറീസ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എന്താണ്, ജസ്റ്റ് മിയർ ഓഫ് ഫെഡറലിസം എന്താണെന്നുള്ളതല്ല. വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ അനലൈസിങ് വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പ്ലേറ്റോ പറഞ്ഞത് എന്താണ്, അരിസ്റ്റോട്ടലിന്റെ വ്യൂ പോയിന്റ്സ് ഓഫ് സ്റ്റേറ്റ്, അല്ലെ അംബേദ്കറിന്റെ ബുക്സിൽ നിന്നുള്ള ഒരു സാധനം എടുത്തിട്ടായിരിക്കും നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറ്റ്സ് ലുക്ക് ലൈക്ക് ജസ്റ്റ് നോട്ട് എ മീഡിയോക്കർ സാധനം, പക്ഷെ എന്താണ്, ഇറ്റ് ഈസ് എബോവ് ആവറേജ്. ആൻഡ് ദിസ് എക്സാമിനേഷൻ ഈസ് മോസ്റ്റ്ലി എ എക്സാമിനേഷൻ ഓഫ് റൈറ്റിംഗ്. എന്താണ് ദിസ് വാട്ട് ഈസ് ദ ചലഞ്ച്? ചലഞ്ച് ഈസ് ദാറ്റ് എവരിബഡി ഈസ് റൈറ്റിംഗ് ആൻഡ് യു ഓൾസോ നീഡ് ടു റൈറ്റിംഗ്, ആൻഡ് you should write a content which others are not writing, but that should be a relevant content. എല്ലാവരും എഴുതുന്ന സാധനം മാത്രം എഴുതുകയല്ല, നിങ്ങളുടേതായുള്ള ഒരു സാധനം കൂടി എസ്സേയിൽ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ എസ്സേക്ക് എന്ത് ചെയ്യുക, മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അനിഡോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോറി പറയാൻ പറ്റും, കഥകൾ പറഞ്ഞിട്ട് നമുക്ക് പല പല സ്റ്റോറീസ്, കഥകൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സ്റ്റോറീസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് ഞാൻ എല്ലാ വർഷവും പറയാറുള്ളതാണ്, എല്ലാ വർഷവും ഈ മഹാത്മാഗാന്ധി, ബുദ്ധ, ഇവരുടെ സ്റ്റോറികളൊന്നും കാരണം ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ എന്താണ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന സ്റ്റോറീസ് ആണ്. ബട്ട് അതുകൊണ്ട് എന്ത് ചെയ്യരുത് പോരുത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, സ്ട്രെങ്ത് ഓഫ് എ നാഷൻ ഡിറൈവ്സ് ഫ്രം ദി ഇന്റഗ്രിറ്റി അറ്റ് ഹോം. സോ സ്ട്രെങ്ത് ഓഫ് എ നാഷൻ ഡിറൈവ്സ് ഫ്രം ദി ഇന്റഗ്രിറ്റി ഓഫ് ഹോം അറ്റ് ഹോം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കിക്കേ. ദ പ്ലേറ്റോ ഇൻ ഹിസ് ബുക്ക് റിപ്പബ്ലിക് ആൻഡ് കൺസേണിംഗ് ദ ജസ്റ്റിസ് ആൻഡ് കോർട്ട് സേസ് ദാറ്റ് the state is individual writ large. Okay, so it's like this person ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സാധനം ഒന്നും എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ചുള്ള നോളജ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഓപ്ഷണൽ നോളജ്, ബട്ട് യു ഷുഡ് കീപ് ദ ക്യാരക്ടർ. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ലോക്കൽസ് ആണ് എഴുതരുത്. ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ബട്ട് ദ ഫ്ലോ ഓഫ് ഐഡിയ എന്തായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ആ കണ്ടിന്യൂറ്റി ഓഫ് ഐഡിയ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിക്കേ, the state is individual at writ, and which means as there is the people, so it is the state. Through this he has tried to establish a link between ethics and politics. India is considering as the I am but weed, which is the gate by the ancient. കണ്ട ഫിലോസഫിയിലേക്ക് പതുക്കെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യുന്നു. സോ പ്ലേറ്റോയിൽ നിന്ന് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കണക്റ്റഡ് ആവുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഏൻഷ്യൻ ഇന്ത്യയിലെ ഹിസ്റ്ററിയിലേക്ക് കിടന്നിട്ട് നേഷൻ, നമ്മുടെ നേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എസ് എ കണക്റ്റഡ് ആക്കി. ഓക്കെ, എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യാണ്, അടുത്ത ടോപ്പിക്കിലേക്ക് പതുക്കെ പതുക്കെ പോവാണ്, പ്രസന്റ് ലെവൽ. അപ്പൊ ഇത് എവിടെ നിന്ന് നോക്കി, പ്ലേറ്റോ എന്ന് തുടങ്ങി, ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ ഏൻഷ്യൻ എത്തിക്സ് പൊളിറ്റിക്കൽ സയൻസിൽ വന്ന് പ്രസന്റ് കോൺടെക്സ്റ്റിലേക്ക് എസ് എ പോയതിനു ശേഷമാണ് എസ് എ ബോഡിയിലേക്ക് പോകുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് വേ ഓൾസോ യു ക്യാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണും. പൊതുവെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്റ്റോറി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കുക, ഇപ്പൊ ഇത്രയും വലിയ ടോപ്പിക്കുകൾ ചോദിക്കാറില്ല. ഇത് ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എസ് ആണ്, ഇത്രയും വലിയ ടോപ്പിക്ക് ചോദിക്കാറില്ല. പക്ഷെ ഇവിടെ എന്താണ്, സിദ്ധാർത്ഥ ബോൺ ഹിലാരിയസ് ഡ്യൂറിംഗ് ഇത് ഈ സ്റ്റോറി എന്താണെന്ന്, ഇതെന്തിനാ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിക്കുന്നവർക്ക് അറിയാം ഇത് എങ്ങോട്ടാ ഇത് പോകുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയാം, ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ വരും, ഇതിന്റെ എൻഡ് എന്താന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഹൈലി പ്രഡിക്റ്റബിൾ എൻഡ് ആണ്. ഈ എസ് എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത് എക്സാമിനർ ആദ്യം മനസ്സിലായി. ആൻഡ് എക്സാമിനർ ഈസ് ഓൾറെഡി റെഡ് ഒരു 50-40 essays ഇൻ ദ ലാസ്റ്റ് 2-3 days ആയിട്ട്. അതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾ എസ് എ വരുന്നത്. അപ്പൊ ഒരു 19 essay വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എസ് എ വായിക്കാൻ വരുമ്പോൾ നിങ്ങളും സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ അടിപൊളി. ഓക്കെ, അപ്പൊ എസ് എന് എന്താണ്, കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്എൻഗേജ്ഡ് ആയി തുടങ്ങും. കാരണം എന്താണ്, നമുക്ക് എന്തെങ്കിലും സാധനം വളരെ കംഫർട്ടബിൾ ആയിട്ട് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ വി നെവർ ഇൻവോൾവ് അവർ ബ്രെയിൻ. അത് ഹ്യൂമൻസ് എല്ലാ സാധനവും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഒരു കപ്പ് എടുത്തിട്ട് ചായ കുടിക്കുന്ന സമയത്ത്, ഈ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ കപ്പിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ കൂടുതൽ ഞാൻ ഈ കപ്പ് ചെരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചായ താഴെ വീഴും. ബട്ട് ആം ഐ തിങ്കിങ് ദാറ്റ് നോ, ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ്, ഇറ്റ് ഈസ് അണ്ടർ ഓട്ടോ പൈലറ്റ്, ഐ ഡോണ്ട് ഹാവ് ടു പുട്ട് ദ ബ്രെയിൻ ഓൺ ഇറ്റ്. ഇത് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞ ട്രിക്ക് അല്ല എങ്കിലും, പക്ഷെ ഇതെന്താണ്, ഓട്ടോമേറ്റഡ് ആണ്. ഐ എം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഡിഗ്രി ഇൻ വിച്ച് ഞാൻ ഇത് എത്രത്തോളം ചരിക്കണം, എത്ര നേരം ഞാൻ ഇത് സിപ്പ് ചെയ്യണം, ഇതിൽ ഞാൻ ബ്രെയിൻ ഇൻവോൾവ് ചെയ്യാൻ ചെയ്യുന്നു ബിക്കോസ് ഐ ഹാവ് എ പ്രാക്ടീസ്. സോ സെയിം വേ ഗൗതം ബുദ്ധ കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം ഹി വിൽ ഗോ ഓട്ടോ പൈലറ്റ് മോഡ്. ഇയാൾ എന്ത് ചെയ്യും, ഹി വിൽ സ്റ്റാർട്ട് ഹിയർ ബട്ട് ഓട്ടോമാറ്റിക്കലി ഹി വിൽ സ്കിപ്പ് ടു ദിസ് പാരഗ്രാഫ്. കാരണം എന്താണ്, ഐ നോ ദ സ്റ്റോറി, ഓട്ടോ പൈലറ്റ് മോഡ്. ഹി വോണ്ട് റീഡ് ബിക്കോസ് ദിസ് ഈസ് ദ ഫെമിലാരിറ്റി. വെൻ യു ആർ ഫെമിലിയർ യു വിൽ give less attention, less focus. That's how the brain works.
ബ്രെയിൻസ് വർക്ക്, എല്ലാ ആളുകളുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇഫ് യു ആർ ഇൻ എ വെരി കംഫർട്ടബിൾ സോൺ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഇഫ് യു ആർ ഇൻ അൺനോൺ സോൺ, you will be very careful, you will be focused. So if you're giving some surprise in the examination, in the introduction itself, examiner will give you more focus on the topic rather than skipping in the line. You will be reading all the lines, between the lines he will read. മറ്റേത് എന്ത് ചെയ്യും, you will skip the lines automatically. പെട്ടെന്ന് എക്സാമിനർ പേപ്പർ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇപ്പൊ നമ്മളിവിടെ പേപ്പർ നോക്കുന്നത് ആക്ച്വലി ഞങ്ങൾ എല്ലാ പേപ്പറിനും ഫീഡ്ബാക്ക് തരേണ്ടതുകൊണ്ടാണ്. ഈ ഫീഡ്ബാക്ക് തരണ്ടെങ്കിലോ ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലായി, ഇത് വായിക്കുമ്പോൾ തന്നെ കഥ എന്താന്ന് മനസ്സിലായി, ഓക്കെ കഥ, രണ്ടാമത് ഓക്കെ അടുത്തത് എന്താണ്, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വായിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യില്ല, there is no impact നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ നോക്കണം. ഓക്കെ, സോ the gentle way of you can shake the world എന്താണ്, ബേസിക് the gentle way you can shake the world. The old man simple clothes decided to, ഇത് ഗാന്ധിന്റെ സ്റ്റോറിയാണ് അല്ലെ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഗാന്ധി എന്തായിരിക്കും ഇതിനകത്ത്. ഗാന്ധി ബേസിക്കലി ഗാന്ധി സിമ്പിൾ ലൈഫിൽ വെച്ചിട്ട് ഗാന്ധി എന്ത് ചെയ്തു, ഇന്ത്യയില് ബേസിക്കലി ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു എംപയറെ പിടിച്ചു കുലുക്കി. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി കോട്ട് ഗിവൺ ബൈ ഗാന്ധി, ദാറ്റ് ഈസ് വൈ ദ എക്സാക്ട് സ്റ്റോറി ഈസ് ഓൾസോ ഗിവൺ ഹിയർ. സോ ഇവിടെ അത്ര വലിയ പ്രശ്നമല്ല, പക്ഷെ അഗെയിൻ ദർ ഈസ് ആൻ എക്സ്പെക്ടിങ്, എന്താണ് പെട്ടെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ വേറെ നമുക്ക് ഇവിടെ പോയംസ്, വാട്ടർ എവരിവെയർ, സോ നോ റെഡി ഡ്രോപ്പ് ടു ഡ്രിങ്ക്, കുറച്ച് ജനറൽ ആണ്. കാരണം ഇതൊക്കെ എല്ലാവരും കുറച്ചുകൂടി മീൻസ് ഭയങ്കര ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് സം ഇന്നോവേറ്റീവ് ആസ്പെക്ട്സിലേക്ക് വരുന്നില്ല. ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ അത് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ദ എസ്സേ. ബോഡി ഓഫ് ദ എസ്സേ എന്ന് പറയുമ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റൽ അപ്രോച്ച് എന്ന് പറയും. ഈ പെസ്റ്റൽ അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് വാസ് ആക്ച്വലി എന്താണ്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ അല്ലെ. പെസ്റ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞ ലീഗൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് എഴുതുന്ന പെസ്റ്റൽ അപ്രോച്ച്. ഈ പെസ്റ്റൽ അപ്രോച്ച് ഈസ് ഔട്ട്ഡേറ്റഡ് അപ്രോച്ച്. ദർ ഇസ് നോ മോർ പെസ്റ്റൽ അപ്രോച്ച്. Still even today I have seen many videos like ഇങ്ങനെ പല ആളുകൾ പറയുന്ന കണ്ണിന് ഭാഷ എസ്സെൻസ് പെസ്റ്റൽ അപ്രോച്ച് വെച്ച് എസ്സേ എഴുതാം, പോയിന്റ് ജനറേറ്റ് ചെയ്യാം. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഓക്കെ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സി യു ഗോ ത്രൂ യുവർ സിലബസ്. ഫ്രം ദ സിലബസ് യു ക്യാൻ ജനറേറ്റ് പോയിന്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പെസ്റ്റൽ അപ്രോച്ചിനെക്കാട്ടും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് ആണ്. സിലബസ് നിങ്ങൾക്ക് ആലോചിക്കുക, ഹിസ്റ്റോറിക്കലി നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് ഒരു പോയിന്റും കിട്ടുന്നില്ലെങ്കിൽ ആലോചിക്കുക, അതിന്റെ ഓർഡർ വേണം. നിങ്ങൾ ഓൾറെഡി മോഡേൺ ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ട് പോയിട്ട് ഏൻഷ്യന്റ് ഹിസ്റ്ററിയുടെ എക്സാമ്പിൾ പോയി എഴുതരുത്. അവിടെയാണ് ബേസിക്കലി ടെമ്പോറൽ അപ്രോച്ചിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളൊരു ഓർഡറിൽ എസ്സേ പാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ബട്ട് നെവർ എവർ റൈറ്റ് ദാറ്റ് പ്രസന്റ് എഴുതിയതിനു ശേഷം വീണ്ടും പാസ്റ്റിലേക്ക് വീണ്ടും പോകരുത്. കാരണം പാസ്റ്റ് എഴുതിയതിനു ശേഷം മാത്രമേ പ്രസന്റ് നമ്മളിലേക്ക് നമുക്ക് വരാൻ പറ്റൂ. അല്ലെങ്കിൽ പ്രസന്റിലേക്ക് പോയതിനു ശേഷം പാസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം, നേരെ തിരിച്ചു പോവാം. അത് ഫ്യൂച്ചറിൽ നിന്ന് നമുക്ക് വേണേൽ പ്രസന്റ്, പ്രസന്റിൽ നിന്ന് പാസ്റ്റ്, അങ്ങനെ പോവാം. പക്ഷെ ഇതിനെ മിക്സ് ഓർഡർ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എഴുതിക്കൊണ്ടിരിക്കരുത്. ദർ ഷുഡ് ബി എ നീറ്റ് ഓർഡർ. എന്തുകൊണ്ടാണ്? വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് എസ്സേ എന്താണ്? അറേഞ്ചിങ് ദി ഐഡിയാസ് ഇൻ ആൻ ഓർഡർലി ഫാഷൻ. സോ ദർ ഷുഡ് ബി എ കണ്ടിന്യൂറ്റി ഓഫ് യുവർ ഐഡിയാസ് റാദർ ദാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഐഡിയ എഴുതുന്നതിനെക്കാട്ടും ഐഡിയാസ് എന്തായിരിക്കണം? ദർ ഷുഡ് ബി എ കണ്ടിന്യൂറ്റി. അപ്പൊ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പെസ്റ്റൽ അപ്രോച്ചിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ. അവിടെ പോയിട്ട് നിങ്ങൾ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, അല്ലെങ്കിൽ അടുത്ത പോയിന്റ് ഈസ് അബൌട്ട് IR ഇന്റർനാഷണൽ, അങ്ങനെ എഴുതരുത്. നിങ്ങൾക്ക് പക്ഷേ എക്സാമ്പിൾസിൽ വേണം അല്ലെ. എക്സാമ്പിൾസിൽ പെട്ടെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിലബസ് എടുത്ത് സിലബസിലൂടെ പോയി നോക്കാം. ഏൻഷ്യന്റ് ഹിസ്റ്ററി, ജോഗ്രഫിക്കൽ ആസ്പെക്ട്സ്, സൊസൈറ്റിക്കൽ ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് എഴുതാം, പൊളിറ്റിക്കൽ ആസ്പെക്ട്സിൽ എഴുതാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സിൽ എഴുതാം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, IR, എക്കണോമി അല്ലെ, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്, എത്തിക്സ്, ഇന്റർണൽ സെക്യൂരിറ്റി, അങ്ങനെ പല ഓപ്ഷണൽ ആസ്പെക്ട്സിൽ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് തിങ്കിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാം. ബട്ട് ഡോണ്ട് റൈറ്റ് ഇൻ പെസ്റ്റൽ അപ്രോച്ച് മാനറിൽ നിങ്ങൾ എഴുതാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബോർഡറിൽ എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം ലൈൻ ശ്രദ്ധിക്കുക. ടൈം ലൈൻ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു ബാക്കിലുള്ള ടൈം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടൈം പറഞ്ഞു, വീണ്ടും ബോഡിന്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള ടൈം പറഞ്ഞിട്ട് വീണ്ടും ഫ്യൂച്ചറിലോട്ട് വരരുത്. ഫോർ എക്സാമ്പിൾ, യു ആർ ഡിസ്കസിങ് ഓവർ സംതിങ് ഹാപ്പനിങ് ഇൻ 1950. So you already discussed something happened in 1950, then you discuss 1960, then don't go to 1930. What is the problem here? That എന്താ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930ലേക്ക് വീണ്ടും പോയി കഴിയുമ്പോൾ എക്സാമിനർ ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അറേഞ്ച്മെന്റ് ഓഫ് ഐഡിയയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തത് അടിപൊളിയായിട്ടായിരിക്കും, പക്ഷെ അവിടെ ഫ്ലോ ഇല്ലാത്ത പോലെ എക്സാമിനറിന് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെ ഡിസ്ട്രപ്ഷൻ വന്ന പോലെ തുടങ്ങും. എവിടെയൊക്കെ ഡിസ്ട്രപ്ഷൻ വന്നോ എക്സാമിനറിന്റെ ഫോക്കസ് നഷ്ടപ്പെടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സാമിനറിന്റെ നിങ്ങൾ പേപ്പറിൽ വേർഡ് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലാവാത്ത രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഐഡിയ വരുന്നില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ വേർഡുകൾ എഴുതുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരിക. അതായത് ബേസിക്കലി നിങ്ങൾ വെട്ടുവാണെന്നെങ്കിലും വൃത്തികേടായിട്ട് വെട്ടാതെ സിമ്പിൾ ആയിട്ട് വെട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വേർഡ് കോംപ്ലക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ അറ്റൻഷൻ മൊത്തം ഈ വേർഡ് വായിക്കാനായിരിക്കും. സ്വാഭാവികമായിട്ടും എന്റെ അറ്റൻഷൻ അതിനകത്ത് നഷ്ടപ്പെടും. എന്റെ ഇതുവരെ ഞാൻ വായിച്ചുണ്ടാക്കിയ സ്റ്റോറി മിസ്സായി പോകും.
അപ്പൊ ഞാൻ ആ വേർഡ് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലേക്ക് എത്തരുത്. അപ്പം വളരെ എന്ത് ചെയ്യണം, നൈസായിട്ട് എന്ത് ചെയ്യണം, ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എഴുതാം. ഇനി എന്താണ് സ്കോപ്പ് വരുന്ന സമയത്തേക്ക് എന്താണ് നമ്മൾ എഴുതുന്ന സമയത്ത് ഹൈലി സ്കോപ്പുകളായിട്ട് എഴുതുക. ഇനി അനന്തര ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് വാക്ക് ഓഫ് ലൈഫ്. ചില ആളുകളുടെ എസ്സേയിൽ ഒരു മേജർ എപ്പോഴും കൂടുതൽ വരുന്ന കാണുന്ന ഒരു പ്രോബ്ലം ഈ ഒരു ആസ്പെക്ട്സ് ആണ്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും പല ആളുകളും അങ്ങനെ എഴുതാറുണ്ട്. ഇനി എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും നമ്മൾ ചില സമയത്ത് അറിയാതെ അങ്ങനെ വീണ്ടും പോവാറുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആസ്പെക്ട്സിൽ പല ഡയമെൻഷനിലും നമ്മൾ എസ്സേ ഡിസ്കസ് ചെയ്യും. ഈ ആക്ച്വലി എന്റെ പഴയ പേന എവിടെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ്. ഓക്കെ ഓക്കെ, ഏതോ എന്തായാലും പേന നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ പല ഡയമെൻഷൻസിലേക്ക് എന്ത് ചെയ്യുന്നു, എസ്സേ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ പല ഡയമെൻഷനിലേക്ക് എസ്സേ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് സേ ദാറ്റ് യു ആർ ഡിസ്കസിങ് അബൌട്ട് എക്കണോമിക്കൽ ആസ്പെക്ട്സ്, സ്പോർട്സിന്റെ ആസ്പെക്ട്സ്, അങ്ങനെ പല ആസ്പെക്ട്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്നിൽ നിങ്ങൾ ഗാന്ധി കൊടുക്കുന്നു, വേറൊന്നിൽ നിങ്ങൾ ബുദ്ധ കൊടുക്കുന്നു, വേറൊന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ കൊടുക്കുന്നു, വേറൊന്നിൽ നിങ്ങൾ എലോൺ മസ്ക് കൊടുക്കുന്നു. സോ യു ആർ ആക്ച്വലി നിങ്ങൾ പല ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും there is a monotony in your examples. എന്താണ് monotony? Monotonous ആവുന്നത് എന്താണ്? You are bringing the example from the same dimension. What is the same dimension? Individual level. ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സിസ്റ്റത്തിനെ പറ്റിയോ, ഒരു സൊസൈറ്റിയെ പറ്റിയോ, ഒരു നാഷനെ പറ്റിയോ, ഒരു സ്കീമിനെ പറ്റിയോ, ഒരു പർട്ടിക്കുലർ പ്രൊജക്ടിനെ പറ്റിയോ, അല്ലെങ്കിൽ ഒരു ഇവന്റിനെ പറ്റിയോ നിങ്ങൾ പറയുന്നില്ല. യു ആർ സിംപ്ലി റിപ്പീറ്റിംഗ് ദി സെയിം ഇൻഡിവിജ്വൽ ബട്ട് ഫ്രം ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ. സോ ഇറ്റ് മേ ലുക്ക് ലൈക്ക് എ ഡിഫറെന്റ് ആൻസർ, അല്ലെങ്കിൽ ഓൾ ടുഗദർ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക്, പക്ഷെ എക്സാമിനർ വായിക്കുന്ന സമയത്ത് ഇറ്റ് ലുക്ക് ലൈക്ക് മെനി പേഴ്സൺസിന്റെ കുറെ ഒരു ബയോഗ്രഫി എഴുതി വെച്ചോലെ ഉണ്ടാവും, കുറെ ആളുകളുടെ ബയോഗ്രഫി. കൊള്ളാം. സോ എസ്സേക്ക് പകരം നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കുക, അല്ലെ, എന്ത് ചെയ്താൽ 50 പീപ്പിൾ ഹു ചേഞ്ച്ഡ് ഇന്ത്യ, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് ആണ്. അതർവൈസ് എന്താണ്, ദിസ് ഇസ് ലുക്ക് ലൈക്ക് എ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഹു ഹാസ് ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, അവരുടെ സ്റ്റോറി. ബട്ട് അൾട്ടിമേറ്റ്ലി ദീസ് ആർ not together. What we are trying to write here, ഈ ഹൈപ്പോത്തിസിസിനെ ഇൻഡിവിജ്വൽ ലൈഫിന്റെ ആസ്പെക്ട്സിൽ നിന്ന് നമുക്ക് എങ്ങനെ, നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തിസിസ് ഉണ്ടല്ലോ ടോപ്പിക്, അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ലൈഫിന്റെ ആസ്പെക്ട്സിൽ നിന്ന് എങ്ങനെ നമുക്ക് നെഗേറ്റ് ചെയ്യാം എന്നായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഗാന്ധിനെ കൊടുക്കുന്നത്. നിങ്ങൾ ഒന്നോ രണ്ടോ കൊടുക്കാം, ഇനി കൗണ്ടർ ആർഗ്യുമെന്റിൽ വീണ്ടും ഒരു ഇൻഡിവിജ്വലിനെ കൊടുക്കാം. പക്ഷെ ഒരേ ആർഗ്യുമെന്റിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കൊടുക്കാതിരിക്കാം. അതിനെന്ത് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ്, ഇപ്പൊ ഇൻഡിവിജ്വൽസ്, ഫാമിലി, വർക്ക് പ്ലേസ്, സൊസൈറ്റി, നാഷൻ, വേൾഡ്, ഇപ്പൊ നിങ്ങൾക്ക് ഇതെന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഫ്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുക, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറെ എഫോർട്ട് എടുക്കാതെ ഫ്ലോ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ ലൈഫിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഫാമിലി ലൈഫിനെ പറ്റി പറയുക, ഫാമിലി ലൈഫിനെ പറ്റി പറഞ്ഞതിന് വർക്ക് സ്പേസ്, സൊസൈറ്റി, ഈ ഓർഡർ കീപ്പ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിലും ചിലപ്പോൾ ഒരു ഓർഡർ, നമ്മൾ എസ്സേയിൽ ഒരു ഓർഡർ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. പക്ഷെ എങ്ങനെ എഴുതരുത്, ഇപ്പൊ ഇൻഡിവിജ്വലിനെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ ഫാമിലിയെ പറ്റി പറയാതിരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് സ്പേസ് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് നാഷനെ പറ്റി പറയാം, സൊസൈറ്റി പറയണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നാഷൻ പറഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് സൊസൈറ്റിയിലേക്ക് വരരുത്. നാഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേൾഡിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വർക്ക് സ്പേസ് നേരെ വേൾഡ് പോകുന്നു, വേൾഡിൽ നിന്ന് നേരെ പിന്നെ നാഷനിലേക്ക് വരരുത്. നിങ്ങൾക്ക് ഇടയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യരുത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാൻ നോക്കുക. എല്ലാ ആസ്പെക്ട്സും എഴുതണമെന്നില്ല, വർക്ക് സ്പേസ്, സൊസൈറ്റി എല്ലാം എഴുതണമെന്നില്ല. പക്ഷെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരാം. ബട്ട് മോസ്റ്റ്ലി നമ്മളൊരു ഇൻഡിവിജ്വലിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഫ്ലോ ഓഫ് എസ്സേ എന്ത് ചെയ്യുക, ബെറ്റർ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അനദർ ആസ്പെക്ട്സ് ഓഫ് ബോഡി റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് എ ഡിബേറ്റ്, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ ഡിബേറ്റ് ടൈപ്പ് ഓഫ് എസ്സേസ്, അതായത് ദർ ആർ ടു ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് മൈൻഡ്? What is mind? A servant, a beautiful servant, a monster master. എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചു, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്, ഇറ്റ് ഈസ് എ സർവന്റ് ഓർ എ മാസ്റ്റർ എന്ന രീതിയിലാണ് ഞാൻ എസ്സേ ടോപ്പിക് ഇട്ടിരിക്കുന്നത് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ഓപ്ഷൻസ്? ഒന്ന്, ക്വസ്റ്റ്യൻ തന്നെ പറയുന്നു, there is a possibility to become a master and there is also a possibility to become a subservient, beautiful servant. ഇപ്പൊ രണ്ടും ആവാം, ഒരു മോൺസ്റ്റർ മാസ്റ്ററും ആവാം, ഒരു സർവന്റും ആവാം. പോസിബിലിറ്റി, എസ്സേനെ പോസിബിലിറ്റി, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം, ക്വസ്റ്റ്യൻ നോക്കിയതിനു ശേഷമാണ് ഫ്രെയിം ചെയ്യേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്രെയിം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നെ പറയുന്നു ഇവിടെ രണ്ട് ഉത്തരം ഉണ്ടെന്ന്. സോ ഐ ഗോട്ട് ആൻ ഐഡിയ ദാറ്റ് there are two sides. ഓക്കെ, അപ്പം ഇവിടെ പ്രോബ്ലം സൊല്യൂഷന് പകരം എനിക്ക് രണ്ട് ഐഡിയാസ് തമ്മിലുള്ള ഡിബേറ്റ്സ് പോലെ എനിക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും.
പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി GS ടൈപ്പിലുള്ള എസ്സേക്കാണ് എഴുതാൻ പറ്റുക. ഈ ഏതിൽ എഴുതാൻ പറ്റില്ല, ഈ ഫിലോസഫിക്കൽ ടൈപ്പിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഫിലോസഫിക്കൽ ടൈപ്പിൽ എങ്ങനെ ഇത് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിബേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, രണ്ട് ആർഗ്യുമെന്റ്സ് തമ്മിലുള്ള ഒരു സർവന്റ് മൈൻഡും ഒരു മോൺസ്റ്റർ മൈൻഡിനെയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ വാട്ട് ഈസ് മൈൻഡ് എ ബ്യൂട്ടിഫുൾ സർവന്റോടെ മോൺസ്റ്റർ മൈൻഡ് മാസ്റ്റർ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരേ സിറ്റുവേഷനെ രണ്ടുപേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോൺട്രാഡിക്ഷൻസ് കാണിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത് പക്ഷേ ഇത് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ആദ്യം തന്നെ പോയിട്ട് എക്സാമിനേഷനിൽ പോയി എഴുതരുത്. പാളി കഴിഞ്ഞാലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടണം. അപ്പൊ നമ്മൾ എഴുതുന്നതിൽ നമ്മളൊരു 4 ടൈപ്പ് ഓഫ് പാറ്റേൺസ് മിനിമം എഴുതി പഠിക്കണം. ഈ 4 ടൈപ്പും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി നോക്കിയിട്ടുണ്ടാണ്. കാരണം ആദ്യം എഴുതുന്നത് കറക്റ്റ് ആവില്ല, നമ്മൾ വീണ്ടും അത് റെക്ടിഫൈ എഴുതി വീണ്ടും അതിന്റെ ഒരു ഫൈനസ്റ്റ് വേർഷൻ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എസ്സേയും നമുക്ക് 2 പാറ്റേണിൽ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ ഓരോ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് പാറ്റേൺ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ടൈപ്പോളം മിനിമം 4 മതി. വെറും 4 ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എസ്സേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം എല്ലാവർക്കും എല്ലാ ടൈപ്പും എഴുതാനും പറ്റില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാ ടൈപ്പും, എല്ലാ റൈറ്റേഴ്സിനും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ റൈറ്റേഴ്സിന് ഓരോരുത്തർക്കും ഓരോരുത്തരുതായുള്ള ഒരു ശൈലി ഉണ്ട്. ദേ വിൽ റൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മാനർ ഓൺലി. അതുപോലെ നിങ്ങൾക്ക് ഒരു ശൈലി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ശൈലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ശൈലിയിൽ ബേസിക്കലി നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഡിബേറ്റ് ഫോർമാറ്റ് ഓൾറെഡി പറഞ്ഞു. സെക്ടോറൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് GS ടൈപ്പിന് പറഞ്ഞാണ്. ബേസിക്കലി ഡോണ്ട് ഡു ദിസ് ബട്ട് മേക്കിംഗ് എ പോയിന്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് ഇതിനകത്ത് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി ഈ എക്സാമ്പിൾസിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ആൻഡ് ഫൈനൽ ആസ്പെക്ട് ഇസ് ദ കൺക്ലൂഷൻ ആസ്പെക്ട്. കൺക്ലൂഷനും ഇവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് അല്ല. പലപ്പോഴും ആളുകൾ പാരഗ്രാഫ് ആണ് കൺക്ലൂഷൻ എന്നത്. എഗെയിൻ ഇറ്റ് ഈസ് എ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ആണ്, നോട്ട് പാരഗ്രാഫ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ആണ്, അല്ലാതെ പാരഗ്രാഫ് അല്ല. അപ്പൊ എന്ത് എഴുതണം, ഇതുവരെ നിങ്ങൾ പറഞ്ഞു. ഇനി കൺക്ലൂഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾ ടുഗദർ ഇതുവരെ പറയാത്ത ഒരു ഐഡിയയും എടുത്ത് ആദ്യം തന്നെ വീണ്ടും പുതിയൊരു ഐഡിയ കൊണ്ടുവരരുത്. കാരണം ആ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എഴുതേണ്ടി വരും അതെന്താന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞ ഐഡിയയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സമ്മറിയിലേക്ക് വരാം. അതെങ്കിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞ സാധനം നിങ്ങൾ സമ്മറൈസ് ചെയ്യുന്നു. ദെൻ യു ആർ ബ്രിങ്ങിങ് ഔട്ട് എ ന്യൂ argument, that is your concluding argument. You are putting forward a new hypothesis. ആ ഹൈപ്പോത്തിസിസ് കാണിക്കാം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മൾ ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പറയാം. പക്ഷേ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനർ കുറച്ച് ചെയ്യുമ്പോൾ ഒരു 4-5 പേജ് വായിക്കുമ്പോൾ എക്സാമിനർ യൂസ് ടു ആവും നിങ്ങൾ റൈറ്റിങ്ങിന്. അപ്പൊ ആ യൂസ് ടു ആയ റൈറ്റിംഗിൽ നിന്ന് എക്സാമിനർ വീണ്ടും എന്ത് ചെയ്യാൻ തോന്നും, ഇതിനകത്തൊരു ത്രില്ലിംഗ് ഇല്ലാത്ത ഫീൽഡിലേക്ക് പോകും. അപ്പോഴേക്കും നമ്മൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരും. എന്നിട്ട് എക്സാമിനർ വീണ്ടും ആക്റ്റീവ് ആക്കും. അത് എക്സാമിനർ നിങ്ങളെ പേപ്പറിൽ നിന്ന്, കാരണം നമുക്ക് എല്ലാ സമയവും എക്സാമിനറിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റില്ല. അതായത് തുടക്കം മുതൽ അവസാനം വരെ എക്സാമിനർ ഇൻട്രസ്റ്റിംഗ് ആക്കി നിർത്താൻ 2-3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1 സിമ്പിൾ ലാംഗ്വേജ്, 2 നല്ല വൃത്തി, നീറ്റായിട്ട് എഴുതുക, 3 ഫ്ലോ ഓഫ് ഐഡിയ, ഡിസ്ട്രപ്റ്റഡ് ആവാതെ ഫ്ലോ ഓഫ് ഐഡിയ കൊണ്ടുവരിക. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എക്സാമിനറിന് സസ്പെൻസ് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടുമ്പോൾ സസ്പെൻസ് കൊടുക്കാൻ നമ്മൾ ജിത്തു ജോസഫ് ഒന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അത് പറ്റില്ല. പക്ഷെ ഒരു പോയിന്റ് 4 പേജ് കഴിയുമ്പോഴേക്കും സസ്പെൻസുകൾ പതുക്കെ പൊട്ടിച്ച് കൊണ്ടുവരിക. അപ്പൊ എക്സാമിനർ വീണ്ടും ശ്രദ്ധ പോകുമ്പോൾ ശ്രദ്ധ കൊണ്ടുവരിക. സോ ഇതൊരു സൈക്കോളജി ഗെയിമായിട്ട് കണക്കാക്കുക. നിങ്ങൾ ആലോചിക്കുക, എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ കുറെ പഠിക്കൊന്നും വേണ്ട. ഇറ്റ് ഈസ് എ ഗെയിം. So you should understand that there is a human being. Now you should manipulate the human being that you know everything. So പക്ഷെ അതിനകത്ത് എന്താണ്, ചില ബേസിക് കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണം, കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ചെയ്യണം. ആ സാധനങ്ങളാണ്, ബേസിക് സാധനങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെ പുതിയ ഐഡിയ കൊണ്ടുവരാതെ ഉള്ള ഐഡിയാസിനെ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വേർഡ്സിനെ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് ആ കൺക്ലൂഡിങ് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ സമ്മപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണ് റെട്ടോറിക് പാരഗ്രാഫ്. ഈ റെട്ടോറിക് പാരഗ്രാഫ് നിങ്ങൾ ഒരു കളക്ഷൻ ഓഫ് റെട്ടോറിക് പാരഗ്രാഫ് നിങ്ങളിൽ വേണം. അത് അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അവിടെ നിന്ന് പോയിട്ട് റെട്ടോറിക് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പാളും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊരു പഞ്ച് പറഞ്ഞ ഡയലോഗിൽ നിർത്തണം. അല്ലെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ചില ആളുകളൊക്കെ പ്രസംഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലോ പോയിന്റിലാണ് നിർത്തുക. അല്ല, പോയി ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു വീര്യത്തോടു കൂടി വേണം നമ്മൾ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. സോ സം കൈൻഡ് ഓഫ് ബേസിക്കലി എഫ്രസൻസ് എന്ന് പറയും. എന്താണ് എഫ്രസൻസ്? ബേസിക്കലി രോമാഞ്ചിഫിക്കേഷൻ. അല്ലെ, നമുക്കൊരു രോമാഞ്ചം വേണം. അപ്പൊ ആ രോമാഞ്ചം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് മാർക്ക് ഇടാനുള്ള ഒരു ഹാപ്പിനെസ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് കുറെ മിസ്റ്റേക്ക് ചെയ്ത സാധനത്തിനെ നിങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിക്ക് പറ്റും. ബട്ട് ദാറ്റ് ഓൾസോ യു നീഡ് ടു പ്രിപ്പയർ. പല എസ്സേക്ക് പല അതിനനുസരിച്ചുള്ള ഒരു ബേസിക്കലി എന്താണ് റെട്ടോറിക് പാരഗ്രാഫ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, ദീസ് ആർ ദ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ എന്താണ് ബേസിക്കലി മോഡ്സ് ഓഫ് എസ്സേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ 3 ഭാഗത്തുമായിട്ട് നമുക്ക് എസ്സേ എഴുതാം. ഇത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മൾ എസ്സേ തുടങ്ങുകയാണ്. അപ്പൊ നാളെ തൊട്ട് എസ്സേ തുടങ്ങുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ അങ്ങോട്ട് എസ്സേ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യു ഷുഡ് ഹാവ് എ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 തീമോ അല്ലെങ്കിൽ ഒരു 4 തീമിലേക്കുള്ള എസ്സേ, വാട്ട് എവർ യുവർ കംഫോർട്ടബിലിറ്റി ഉള്ള 4 തീമിന്റെ എസ്സേയുടെ ഇൻട്രൊഡക്ഷൻസ്. എത്ര ഇൻട്രൊഡക്ഷൻ വേണം? ഒരു 10 ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ മതി. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആകെ 2 എഴുതാനുള്ളൂ. അപ്പോൾ ഏത് ടോപ്പിക് ആണോ വരുന്നത് ആ ടോപ്പിക് അനുസരിച്ച് എഴുതാൻ പറ്റുന്ന 10 ഇൻട്രൊഡക്ഷൻസ്. സോ 10 ഇൻട്രൊഡക്ഷൻ, 10 റെട്ടോറിക് പാരഗ്രാഫുകൾ, പിന്നെ ആ തീമുകൾക്ക് വേണ്ടിയിട്ടുള്ള അതേ നേച്ചർ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള എക്സാമ്പിൾ. ആകെ ഇത് മതി, വെറും 10. അല്ലാതെ ഒരു 100 വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഈ 10 തന്നെ കൂടുതലാണ്, നിങ്ങൾ 8 മതി. നമുക്ക് പിന്നെ ടോപ്പിക്കിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ആക്ച്വലി നമ്മൾ പറയുന്ന ഓരോ എന്താണ് ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എല്ലാം പുതിയ പുതിയ ടോപ്പിക്കുകളാണെന്നാണ് നമ്മൾ എപ്പോഴും പറയാം. ബട്ട് ആസ് ഐ ഓൾറെഡി ടോൾഡ്, ബേസിക്കലി എന്താണ് ബേസിക്കലി ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറയുന്നത് ബേസിക്കലി പുതിയ ടോപ്പിക്കുകളല്ല. ദിസ് ഇസ് നത്തിങ് ബട്ട് എ റിക്കറിംഗ് ടോപ്പിക്. ഒരേ പ്രാവശ്യം PYQs മാത്രമാണ് UPSC ചോദിക്കുന്നത്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, UPSC എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ വേർഡ്സ് ആഡ് ചെയ്യുന്നു, പുതിയ പുതിയ ക്വസ്റ്റ്യൻ പുതിയതാണ്, പക്ഷെ തീം എന്താണ്? ഒന്നാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ തീം എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. സോ if you look at the themes of UPSC, essays of last, from 2019 തൊട്ടുള്ള UPSCയുടെ തീംസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഒരു തീമാണ് ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ്, ഫിലോസഫി ഓഫ് ലൈഫ്. സോ ബേസിക്കലി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഡിവിജ്വൽ ലൈഫിൽ നടക്കുന്ന ഒരു ഡിബേറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഹാപ്പിനെസ് എന്താണ്, അതല്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ റൈറ്റ്സും റോങ്സും ചൂസ് ചെയ്യേണ്ടത്, ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെ മെന്റൽ എബിലിറ്റിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ലൈഫ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്, ഒരാൾ എന്ന് പറയുന്നതിന്റെ റിഫ്ലക്ഷൻ എന്താണ്, സെൽഫ് റിഫ്ലക്ഷൻ ഓഫ് തോട്ട്സ് എന്താണ് എന്നീ രീതിയിലുള്ള സാധനങ്ങളായിരിക്കും ഇതിനകത്ത് പോകുന്നത്. ഇതെല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് പൊതുവെ UPSC ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കേ, നോട്ട് ഓൾ ഹൂ വാണ്ടേഴ്സ് ആർ ലോസ്റ്റ്, അല്ലെ, യു കൻ നോട്ട് സ്റ്റെപ്പ് ടോയ്സ് ഇൻ ദ സെയിം റിവർ. ഇതൊക്കെ എന്താണ് പറയുന്നത്? സെയിം ഇൻഡിവിജ്വൽ ലൈഫിനെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ ടോപ്പിക്കുകളാണ്. അതായത് ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? സിമിലർ കണ്ടന്റ് മതി. സിമിലർ കണ്ടന്റ് വെച്ച് ഇതിൽ ഈ എസ്സേസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. സോ ഈ ഒരു ഒറ്റ ഫോൾഡറിൽ നിങ്ങൾക്ക് എസ്സേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്സേ എഴുതാൻ പറ്റും. സോ സ്മൈലി ഈസ് എ ചൂസൺ വെഹിക്കിൾ ഫോർ ഓൾ ആംബിഗ്വിറ്റീസ്. സോ വീണ്ടും എന്താ പറയുന്നത്? നോട്ട് ഓൾ ഹൂ വാണ്ടേഴ്സ് ആർ ലോസ്റ്റ്, ബോത്ത് ആർ ആക്ച്വലി സെയിം, ബട്ട് ബേസിക്കലി എന്താണ്? ഡിഫറെന്റ് ആയി പറയുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു ആൻഡ് മൈ റിഫ്ലക്ഷൻ ഈസ് യു ഈസ് ആൻ അവയർനെസ് ഓഫ് മീ. ഇത് പൊതുവെ നിങ്ങൾക്ക് എഴുതാൻ ആക്ച്വലി സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കാൻ വേണ്ടിയില്ല. എല്ലാം എഴുതേണ്ടതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കേണ്ട സാധനങ്ങളാണ്. പക്ഷെ ചില ഓപ്ഷനിലൊക്കെ പഠിച്ച കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി സോഷ്യോളജി ഓപ്ഷനിൽ നിന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾക്ക് ലുക്കിംഗ് ഗ്ലാസ് തിയറി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലുക്കിംഗ് ഗ്ലാസ് തിയറി പൊതുവെ ജനറൽ തിയറിയാണ്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തും ബേസിക്കലി ആ ഐഡിയ ആണ് ബേസിക്കലി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൊസൈറ്റിക്കൽ ആസ്പെക്ട്, ഇൻഡിവിജ്വൽ ലൈഫിൽ നമ്മളെ തന്നെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു സെൽഫ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളെ സെൽഫ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ സെൽഫ് ഡിഫറെന്റ് ചലഞ്ചസുമായിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു തിയറികളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പോക്കറ്റിൽ ബേസിക്കലി ഫോൾഡർ മെറ്റീരിയൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇതിന്റെ വർക്ക്ഷോപ്പ് നമുക്ക് ബേസിക്കലി ഇതിന്റെ ബ്രെയിൻ സ്റ്റോംസ് ചെയ്യാം. നമുക്ക് ആ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാം. അപ്പൊ ആ കണ്ടന്റ് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഓരോ സെഷൻസിൽ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സെഷൻസ് ഉണ്ട് അല്ലെ, എസ്സേന്റെ, ഐ മീൻ ദോസ് ഹു ആർ റൈറ്റിംഗ് മെയിൻസ്. സോ അവരെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? യു വിൽ ബി ഹാവിംഗ് ഓരോ ഭാഗത്തു നിന്നും നമ്മൾ പോയിന്റ് ഡെവലപ്പ് ചെയ്ത് ആ പോയിന്റ്സുകൾ എന്തൊക്കെ എക്സാമ്പിൾസ് കൊണ്ടുവരാം, എന്തൊക്കെ ഇൻട്രൊഡക്ഷൻസ് കൊണ്ടുവരാം. സോ വി വിൽ പ്രൊവൈഡ് യു. ബട്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രിപ്പയറിംഗ് ഇൻ ദിസ് ഫോൾഡേഴ്സ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ. അതേപോലെ തന്നെ അതിന്റെ ഭാഗത്ത് തന്നെ കണ്ടിന്യൂസ് അതിനകത്തുള്ള ബാക്കിയുള്ള ക്വസ്റ്റൻ ആണ്. ബേസിക്കലി ഇതൊക്കെ ഒരേ സെയിം ക്വസ്റ്റൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ഓഫ് എ സെൽഫ് ആസ് എ ജേർണി, നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. മഡി വാട്ടർ ഇസ് ബെസ്റ്റ് ക്ലിയർ ബൈ ലിവിംഗ് അലോൺ. ട്രൂത്ത് നോസ് നോ കളർ ആൻഡ് കണ്ടന്റ്മെന്റ് ഇസ് നാച്ചുറൽ വെൽത്ത് ആൻഡ് ലക്ഷറി ഇസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി. ഇനി സയൻസ് ആൻഡ് നോളജ് റാഷണാലിറ്റി നോക്കിക്കേ. ഇത് വേറൊരു മിക്ക വർഷം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സയൻസും റാഷണാലിറ്റിയും, അതായത് സയൻസും ബേസിക്കലി എന്താണ്? സയൻസ് ആൻഡ് റാഷണാലിറ്റി, സയൻസ്, നോളജ്, റാഷണാലിറ്റി, അതേപോലെ തന്നെ റൊമാൻറ്റിസിസം. ഓക്കെ, റൊമാൻറ്റിസിസം എന്ന് ബേസിക്കലി എന്താണ്? 2 രീതിയിലാണ് അല്ലെ, ഒന്ന് സയന്റിഫിക് പേഴ്സണും ഉണ്ട്, ഒന്ന് റൊമാൻറ്റിക് പേഴ്സണും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരാൾ എന്താണ് ബേസിക്കലി സയൻസ് ഓറിയന്റഡ് ബ്രെയിൻ ആണ്, മറ്റൊരാൾ ഒരു എന്താ പറയാ ഫിലോസഫിക്കൽ ബ്രെയിൻ ആണ്. അപ്പൊ ഇവർക്ക് ആർക്കാണ് ലൈഫിൽ ഏറ്റവും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആർക്കാണ് എന്ന ഡിബേറ്റ്, ആക്ച്വലി ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായുള്ള ഡിബേറ്റ് ആണ്. അതായത് പണ്ട് ലോകം, ഭൂമി, മനുഷ്യനുണ്ടായപ്പം മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോയത് സയൻസ് അല്ല, റൊമാൻറ്റിസിസം ആയിരുന്നു, ഫിലോസഫീസ് ആയിരുന്നു. ദൈവത്തെ പറ്റിയുള്ള ഫിലോസഫീസ്, റൊമാൻറ്റിസിസം, ലൈഫിനെ പറ്റിയുള്ള ഫിലോസഫീസ്, പോയം, ഡാൻസ്, മ്യൂസിക്. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം സയൻസ് ടുക്ക് ഓവർ ദ പ്ലേസ്. സയൻസ് സ്റ്റാർട്ടഡ് എക്സ്പ്ലെയിനിങ് ദ റൊമാൻറ്റിസിസം.
അപ്പൊ സയന്റിഫിക് തിയറീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ആയി തുടങ്ങി. അപ്പൊ ശരിക്കും ഇത് ആരാണ് സൊസൈറ്റി ഡെവലപ്പ് ആയത്? നമുക്ക് എന്താ വേണ്ടത്? സയൻസ് ആണോ വേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇന്നുണ്ട് ഇപ്പം ഡെത്ത് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഡെത്ത് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ദോസ് ഹു ഹാവ് ബീൻ വാച്ച്ഡ്, നോട്ട് മെയിൻസ് എഴുതാത്തവർ ഓക്കെ, നിങ്ങൾ കാണാം, മെയിൻസ് എഴുതുന്നവർ കാണണ്ട. അപ്പൊ ബേസിക്കലി അതിനകത്ത് ബേസിക്കലി ഇറ്റ് ഈസ് ദ സെയിം ഐഡിയ അല്ലെ. അതിനകത്ത് ബേസിക്കലി വളരെ ചിലപ്പോൾ നിങ്ങൾ റീൽ കണ്ടിട്ടുണ്ടാവും, വൈ ഡു വി റീഡ് ഫോർ പോയംസ്. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ എന്താണ്, ഇറ്റ് ഈസ് എ നെസസിറ്റി ലിവിങ്ങിന് വേണ്ടിയിട്ടാണ്. ബട്ട് മറ്റേത് മനുഷ്യന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇത് വേണം. അപ്പം ഇങ്ങനെയുള്ള അപ്പൊ ഈ ഡിബേറ്റ്സ് ഭയങ്കര ഈസിയാണ്. സയൻസുമായിട്ട് ലോകത്ത് വന്നുള്ള ഡെവലപ്മെന്റിന്റെ കുറെ ഫോൾഡർ മെറ്റീരിയൽ, കുറെ ഇന്നോവേഷൻസ്, എന്തൊക്കെ ചേഞ്ച് സയൻസ് കൊണ്ടുവന്നു, എന്ത് ഡിസ്ട്രപ്ഷൻ ആണ് സയൻസ് കാരണം ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പല ടൈം പീരീഡിൽ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, പല ടൈം പീരീഡിൽ വേൾഡ് ലെവൽ, ഇന്ത്യൻ ലെവൽ, ഇൻഡിവിജ്വൽ ലെവൽ ഉണ്ടാക്കി കഴിയുക. അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് റൊമാൻറ്റിസിസം, പോയംസ്, അതുപോലെ തന്നെ റൊമാൻറ്റിക് ഐഡിയാസ്, റെവല്യൂഷൻ ഈസ് അഗെയിൻ നോട്ട് സയന്റിഫിക്, ഇറ്റ് ഈസ് റൊമാൻറ്റിസിസം, അതുപോലെയുള്ള സാധനങ്ങളുടെ എക്സാമ്പിൾ. അതെങ്ങനെയാണ് ആളുകളെ ചേഞ്ച് ചെയ്തത്? ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല 2-3 ഇൻട്രൊഡക്ഷനും നല്ല 2-3 സ്റ്റോറീസ് ഓഫ് കൺക്ലൂഷനും നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ കണ്ടില്ല, ഇവിടെ ഡിബേറ്റ്സ് ആണ് ടോപ്പിക്. സോ ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും ഒന്ന് പറയാമോ ആരെങ്കിലും? ജസ്റ്റ് ഇവിടെ ഇൻട്രൊഡക്ഷൻ, ദിസ് ഈസ് എ ടോപ്പിക് ഇറ്റ്സെൽഫ് ഈസ് എ ഡിബേറ്റ്. ഡൗട്ടർ ഈസ് എ ട്രൂ മാൻ ഓഫ് സയൻസ്, ഇറ്റ് ഈസ് എ ഡിബേറ്റ്. Doubter, it is a true man. What is it? Is talking about science എന്ന് പറയുന്നത് a person who is ready to ask questions, who always questions everything, curiosity. What is research? A blind date with knowledge. Mathematics is the music of reason. ഇത് എഴുതാൻ നിൽക്കണ്ട. മാത്തമാറ്റിക്സിൽ അൺലെസ് യു ഹാവ് എ ബെറ്റർ ഹാൻഡിങ്, മ്യൂസിക്കുമായിട്ടൊക്കെ റിലേറ്റ് ഒക്കെ ചെയ്ത് രസകരമായിട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അതർവൈസ് യു ഡോണ്ട് ഡു ദാറ്റ്. ആൻഡ് history is a series of victory won by the scientific man over the romantic man. Again a debate. We do not know who it is. The real is rational and rational is real. It's a debate. സോ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ 2 ആസ്പെക്ട്സും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിൽ നിന്നുള്ള ഡിബേറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും ഇതിൽ ആരാണ് ഏതിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബേസിക്കലി ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. സോ ഇതേപോലെ സയൻസ് ഇസ് എ ടെക്നോളജി, ഇതേപോലെയുള്ള സാധനങ്ങൾ തോന്നുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്താണ്, ഇറ്റ്സ് ഡിബേറ്റഡ് ഫോർമാറ്റ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതി നോക്കുക. അതേപോലെ തന്നെ ആ ഡിബേറ്റിന് ഉത്തരം ഒരിക്കലും ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുകയും ചെയ്യരുത്. ഡിബേറ്റ്സ് ഇടുക, ആ ഡിബേറ്റ്സിൽ ഒരു വലിയൊരു 2 കോൺഫ്ലിക്റ്റുകൾ ഇടുക, 2 സിറ്റുവേഷനിൽ ഇത് ആരാണ് വിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പാടില്ല. അത് ഫൈനലി എന്താണ്, ബേസിക്കലി ടുവേർഡ്സ് എൻഡ് ഓഫ്, ബേസിക്കലി ആരും വിൻ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ബേസിക്കലി എന്തുകൊണ്ട് വിൻ ചെയ്യില്ല, 2 ഇമ്പോർട്ടന്റ് ആണ്, 2 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എസ്സേസ് UPSC യൂഷ്വലി ആസ്ക്. എപ്പോഴും UPSC ഒരു ഫേവറേറ്റ് ഏതാണ്, സയൻസും റൊമാൻറ്റിസിസും, അല്ലെങ്കിൽ സയൻസും ബേസിക്കലി ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള സാധനം, അല്ലെങ്കിൽ സയൻസും ഹ്യൂമണും തമ്മിലുള്ള interactions. This is a one kind of themes UPSC always asks. Another type of theme is basically power, leadership and human character related themes are. So power, leadership, human character basically എന്താണ്, ബേസിക്കലി എങ്ങനെയാണ് സിറ്റുവേഷൻസ് അനുസരിച്ച് ഹ്യൂമൻസിന്റെ എത്തിക്കൽ വാല്യൂസ് മാറുന്നത്. പവർ വരുന്ന സമയത്ത് എങ്ങനെയാണ് ലീഡർഷിപ്പ് റോൾസ് ഹ്യൂമൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓരോ സിറ്റുവേഷൻസിലും ഏകദേശം നിങ്ങൾക്ക് കൊടുക്കുന്ന എക്സാമ്പിൾസുകളും നിങ്ങൾ കളക്ട് ചെയ്ത എക്സാമ്പിളുകളും, ഇവിടെ എന്തിനാണ് ഓരോ ഫോൾഡറിന് ഓരോ എക്സാമ്പിൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ എ ഒരു എസ്സേ മാത്രമാണ് എഴുതുന്നെങ്കിൽ ഇത് എല്ലാത്തിനും കൂടി ഒറ്റ ഫോൾഡർ ഉണ്ടാക്കി നിങ്ങൾ അങ്ങ് കൊണ്ടായാലും മതിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് 2 എസ്സേ എഴുതണം. അപ്പൊ 2 എസ്സേ എഴുതുമ്പോൾ ഒരേ തീം ആവാതിരിക്കുക എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരേ സ്ഥലത്തുള്ള അതേ സാധനം തന്നെ വീണ്ടും ഒരേ മോഡൽ ഓഫ് റൈറ്റിംഗ് വന്നു കഴിഞ്ഞാലും മോണോട്ടണസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ തീമാക്കുന്നതിന്റെ മേജർ ഐഡിയ? ഇപ്പൊ ഞാൻ ഒരു എസ്സേ മാത്രം നിങ്ങൾ എഴുതുന്നെങ്കിൽ തീമാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് ഒരു കോമൺ ആയിട്ട് കുറച്ച് എല്ലാ ഭാഗത്തു നിന്നുള്ള 10-20 ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിന്റെ എക്സാമ്പിൾസ് താനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡു നോട്ട് വാണ്ട് ടു ഹാവ് എ റിപ്പീറ്റേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് പെർസ്പെക്ടീവ് ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. വി നീഡ് ടു ഗിവ് ഇന്നോവേഷൻ. എന്താണ് പുതിയത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കോസ്റ്റ് ഓഫ് ബീയിങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ് ആൻഡ് തിങ്കിങ് ഈസ് ലൈക്ക് എ ഗെയിം ആൻഡ് ഡസ് നോട്ട് ബിഗിൻ അൺലെസ് ദർ ഈസ് എ പോസിറ്റീവ് അല്ലെ. ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ നല്ല രസമുള്ള, നമുക്ക് ഒന്നുമില്ല ഇതിനകത്ത് എഴുതാൻ. ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര അടിപൊളി പ്രശ്നമായി തോന്നും. തിങ്കിങ് ഈസ് ലൈക്ക് എ ഗെയിം പോലെയാണ് തിങ്കിങ്. And it does not begin unless there is an opposite team. അതായത് എന്താണ് ഇതിനെ പറ്റി പറയുന്നത്, there is only when you will start thinking when there is a challenges or when somebody is questioning your identity. It is a game. So game എന്ന് പറഞ്ഞാൽ എന്താണ്, game must be having rules, game must be having teams, game must be having an opposition. At the end of the game there will be a truth, a winner. So that will be nothing but a synthesis will be there, and there will be antithesis, and out of this there will be synthesis. So thesis, antithesis and synthesis. So this is the entire idea. പക്ഷെ തിങ്കിങ് എപ്പോഴും ഗെയിം ആവണമെന്നുണ്ടോ? തിങ്കിങ് ക്യാൻ ഓൾസോ ബി an athletic. It is never going to be a game. It can be also athletic.
കൗണ്ടർ തോട്ട്സ് കൊടുക്കട്ടെ, നമുക്ക് പല രീതിയിൽ ചിന്തിച്ചൂടെ. So it is a continuous process. Visionary decision making happens at the intersection of intuition and logic. ഇത് ശരിക്കും എവിടെ കൂടി ഇടാം? ലീഡർഷിപ്പിലും ഇടാം. സയൻസ് വേഴ്സസ് റാഷണാലിറ്റി, both are same. Intuition and thinking is happening with the intersection. Visionary decision making happens at the intersection of romanticism and scientific evidence. So it is intuition as well as the logic, same topic. Just because you have a choice, it does not mean that any of them has to be right. How to take it better decisions, ആ രീതിയിലുള്ള സാധനങ്ങളാണ്. സുപ്രീം പാർട്ട് ഓഫ് ആർ നോട്ട് ഫൈറ്റിംഗ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൽ ബേസിക്കലി വരുന്ന ടോപ്പിക്കിലാണ്. ബേസിക്കലി എന്താണ് ഓക്കെ. സോ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് വരുന്നത് ബേസിക്കലി ഞാൻ നമ്മുടെ മെയിൻസിന്റെ ഗ്രൂപ്പിലേക്ക് ഇത് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നിങ്ങളുടെ മെറ്റീരിയലിന് അങ്ങനെ രീതിയിലേക്ക് ഫോൾഡർ മെറ്റീരിയൽ ആക്കി മാറ്റുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. സോ എംബേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ വിൽ ബി ദ എംബേഴ്സ് ഓഫ് ദി മൈൻഡ്. ഹൗ the imagination, thinking, inspiration of creativity spring from the effective of looking for the magical in the mundane. Okay, so there is a recently I saw a movie, you must have also seen it, Perfect Days. Perfect Days എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. So Perfect Days is a Japanese movie which is got also an the best actor award. He is actually the one of the super actor in Japan. Okay, so basically Perfect Days movie is a Tokyo. Why I am telling this stories, you can also use kind of stories. So he is a toilet cleaner. Tokyo is a toilet cleaner, and you know that what is toilet cleaner is. So it's a very mundane life, but he started looking at the mundane life in a magical way. So the life will become more simple and more easy for this person because he has that approach to the life. Everyday life is happiness. അല്ലാതെ എന്നും ജീവിതം, എല്ലാവരുടെ ജീവിതം mundane ആണ്. ഇപ്പൊ എന്റെ ജീവിതം ആലോചിക്കുക, രാവിലെ എണീക്കുന്നു, ബേസിക്കലി കുറെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, ക്ലാസ് എടുക്കാൻ വരുന്നു, മെന്റർഷിപ്പ് എടുക്കുന്നു, പേപ്പർ നോക്കുന്നു, വീട്ടിൽ പോകുന്നു, വീണ്ടും കുറെ നോട്ട്സ് ഉണ്ടാകുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, പക്ഷേ എവറി ഡേ ഈസ് ലുക്കിംഗ് ലൈക്ക് സെയിം. എല്ലാവരും നിങ്ങൾ UPSC ആസ്പിറൻസ് നോക്കിക്കുക, രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, വൈകുന്നേരം ആൻസർ എഴുതുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, ആൻസർ എഴുതുന്നു. സോ നാളെ നിങ്ങൾ IAS ഓഫീസിൽ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനീഷ്യൽ 2 ദിവസം നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രീം ഉള്ളൂ. പിന്നെ ഇത് മുണ്ടേൻ ആണ്. ലൈഫ് ഈസ് ഓൾവേസ് മുണ്ടേൻ. സോ ഈ മുണ്ടേൻ ഡേയ്സിനകത്ത് നിങ്ങൾ എങ്ങനെ മാജിക് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു എന്നുള്ളതിനാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. സച്ച് കൈൻഡ് ഓഫ് മൂവീസ് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് ബേസിക്കലി അതുമായിട്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് സെയിം ഈ തിങ്കിങ് പ്രോസസ്, നമ്മൾ എങ്ങനെ ലൈഫിനെ കാണുന്നു എന്ന രീതിയിൽ വരുന്ന എസ്സേസ് ആണ്. Poets are the unacknowledged legislature of the world and thought finds a world and creates one also. Thought ഇതൊക്കെ എന്താണ് ബേസിക്കലി പറയുന്നത്, തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെടുന്ന ഐഡിയാസ് ആണ്. ഇനി ഈ പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റർ ഓഫ് ദ വേൾഡ് ഇല്ലേ, ഇതിന് ഏതിന്റെ കണ്ടന്റ് ആയാലും മതി. സയന്റിഫിക് ആൻഡ് റൊമാൻറ്റിസിസത്തിലെ റൊമാൻറ്റിക് കണ്ടന്റ് മാത്രം എടുത്താലും മതി. ആ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് എഴുതാം. ഇവിടെ എന്താ പറയുന്നത്, പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റർ ഓഫ് ദ വേൾഡ്. വാട്ട് ഈസ് ലെജിസ്ലേറ്റർ? ലെജിസ്ലേറ്റർ ആർ ദ പീപ്പിൾ who makes laws, who make social change, who direct the society to the future. They are the legislator. That is the parliament. What is the function of parliament? Function of the parliament to make sure that justice is being delivered, change is being introduced, there is a rule of law, there is a protection of the people. And sometimes the poets are the legislator of the world. It means the change happened from the poems. Initially, change come from the romanticism. From the romanticism, it will be law, right? So the poets, who are the poets? Navadvip Singh Jogar's case, Nas Foundation case, these are the homosexual pride movement are the poets who set their foot first and demanded for a gender justice world. Okay, so such kind of you can link it like anyway. Poets എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ പോയിറ്റ്സിനെ എഴുതണം. പക്ഷെ പോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവര് പോയിറ്റ്സ് കവിത എഴുതുന്നവരെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ല, റൊമാൻറ്റിസിസം. ഓക്കെ, സോ അതുമായിട്ട് നിങ്ങൾക്ക് വൈഡ് ആയിട്ട് ഇതിന് എന്ത് ചെയ്യണം, കാണാൻ പറ്റണം. ഇനി എഡ്യൂക്കേഷൻ, സോഷ്യൽ ഇഷ്യൂസ്, യൂത്തുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ വാർഡർമാൻ ഇത് ഇടയ്ക്ക് 2023 ഒരു ടോപ്പിക്ക് GS, ഞാൻ പറഞ്ഞില്ല GSന്റെ ടോപ്പിക്കിൽ കയറി വന്നിട്ടുണ്ട്. ഒരു ടോപ്പിക്ക് GS അങ്ങനെ കയറി വന്ന ടോപ്പിക്കുകളാണ് ബേസിക്കലി. ഇതുപോലെ തന്നെ 2024 കയറി വന്ന ഒരു GSന്റെ ഒരു കുറച്ചുകൂടി സോഷ്യോളജിക്കൽ ടോപ്പിക്കാണ്. ഗേൾസ് ആർ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ് ആൻഡ് ബോയ്സ് വിത്ത് ഡിമാൻഡ്സ് ആൻഡ് 2 ഈക്വലി ഹാർംഫുൾ ഡിസിപ്ലിൻ. ഇത് ഫിലോസഫിക്കൽ അല്ല, ഇത് കുറച്ചുകൂടി GS ഓറിയന്റഡ് ആണ്. ഇതും വരാറുണ്ട്. അതായത് ഫുൾ ഫിലോസഫിയാന്ന് പറയെങ്കിലും 2025 GS ചോദിച്ചിട്ടുണ്ട്, 2024 GS ചോദിച്ചിട്ടുണ്ട്, 2023 GS ചോദിച്ചിട്ടുണ്ട്. സോ ദർ ക്യാൻ ബി GS ക്വസ്റ്റ്യൻ ഓൾസോ. ബട്ട് ഒറ്റ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഈ വർഷം ഒരു സെക്ഷൻ മൊത്തം GS, ഒരു സെക്ഷൻ നമ്മൾ ഫിലോസഫി ആവും. റെഡി ഫോർ എനിത്തിങ്. ഓക്കെ, ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഗവർണൻസ് നോക്കുകയാണെങ്കിൽ സൊസൈറ്റി ദാറ്റ് ഹാസ് മോർ ജസ്റ്റിസ്
നീഡ് ലെസ് ചാരിറ്റി. നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതാന്നുള്ളത്. ഹാൻഡ് ദാറ്റ് റോക്സ് ദ കാർഡിൽ റൂൾസ് ദ വേൾഡ്. If you are not understanding the essay, don't write hand that rocks the cradle rules the world. Many people, I think this essay was happened in 2022 or 2021. Many people misinterpreted the essay. Okay, so it is a very wide topic. Okay, so automatically if you have the content with respect to women empowerment as well as how the women are leading the people, also ഇതൊക്കെ കുറച്ചുകൂടി ഐഡിയാസ് അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ. മിസ്ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. There are better practices to very easy topic. Okay, social justice ആണ്, better practices to governance, society ആയി ബന്ധപ്പെട്ടതാണ്. ഇനി environmental sustainable thinking ആണെങ്കിൽ forest preceded civilization, desert follow them. അത് നമ്മുടെ സ്വഭാവം അല്ലെ. ഫോറസ്റ്റ് പ്രൊസീഡർ സിവിലൈസേഷൻ ആൻഡ് ഡെസേർട്ട് ഫോളോ ദം നമ്മൾ വരുന്നതിന് മുമ്പ്. അപ്പം ഇതിനകത്ത് എൻവയോൺമെന്റ് മാത്രമായിട്ട് നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങി നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യുവർ ഇന്റർപ്രിട്ടേഷൻ ഓൾസോ വൈഡൻസ്. ഓക്കെ, ഫോറസ്റ്റ് ആർ ദ ബെസ്റ്റ് കേസ് സ്റ്റഡീസ് ഓഫ് ദി എക്കണോമിക് എക്സലൻസ്. യു ക്യാൻ കമ്പയർ എക്കണോമി. ഒരു നല്ല എക്കണോമി എങ്ങനെയായിരിക്കണം, അതും ഫോറസ്റ്റും നമ്മൾ. എന്താണ് എക്കണോമിയും ഫോറസ്റ്റും തമ്മിലുള്ള ബന്ധം? നല്ല എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ RRR എക്കണോമി അല്ലെ. റീയൂസ് അല്ലെ, എന്താണ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീഫർബിഷ്, ബേസിക്കലി RRR ആണ്. ഫോറസ്റ്റ് അങ്ങനെയാണ് അല്ലെ. ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഫോറസ്റ്റ് ഈസ് നോട്ട് അല്ലെ സെൽഫ് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ എന്ത് ചെയ്യുന്നു, ഇല വീഴുന്നു, അത് ചീഴുന്നു, അത് വളമാവുന്നു, വീണ്ടും ഇല വളരുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി സസ്റ്റൈനബിൾ എക്കണോമി. ആൻഡ് ഫോറസ്റ്റ് ഈസ് ഓൾസോ ബേസിക്കലി എന്താണ് സെൽഫ് സഫിഷ്യന്റ് എക്കണോമി. സെൽഫ് സഫിഷ്യന്റ് എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി അതിനകത്ത് എന്ത് ചെയ്യുന്നത്, പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ആവശ്യമില്ല. നോ എക്സ്പോർട്ട് ആൻഡ് നോ ഇമ്പോർട്ട്സ് ഇൻ ദി ഫോറസ്റ്റ്. സോ ഫോറസ്റ്റ് ഇറ്റ്സെൽഫ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. ആത്മനിർഭർ ഭാരത് ഈസ് എക്സാമ്പിൾ ഓഫ് ദ ഫോറസ്റ്റ്. Okay, economic excellence, self-sufficiency is an example. And forest will also ensure that each person has its own niche. So agriculture sector, it has its own place in the economy, and all the people, industrial sector has its own place, service sector has its own place. So there is a niche in the market. There is also consensus ആൻഡ് കണക്ടിവിറ്റി അല്ലെ. പീപ്പിൾ ആർ, ദർ ഇസ് എ ചെയിൻ, കണക്റ്റഡ് ആണ്. ആളുകൾ തമ്മിൽ എന്താണ്, കണക്റ്റഡ് ആണ്. ആളുകൾ ഡിവിഷൻ ഓഫ് ലേബർ പ്രോപ്പർ ആണ് ഫോറസ്റ്റിൽ. ദർ ഇസ് എ പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ ഫോറസ്റ്റ്. ചില ഫംഗ്ഷൻസ് ചെയ്യുന്ന, സീഡ് പ്ലാന്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ദ ബാലൻസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫ്ലേഷൻ, നമുക്ക് എന്താണ്, ഹീറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. സോ യു നീഡ് ടു കമ്പയർ ദിസ് വിത്ത് ദ എക്കണോമി ആൻഡ് യു ക്യാൻ റൈറ്റ് ദിസ് എസ്സേ. ബേസിക്കലി ഹിസ്റ്ററി ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റിന്റെ ഭാഗത്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ആൻഡ് ഇറ്റ്സെൽഫ് ആസ് എ ട്രാജഡി ആൻഡ് സെക്കൻഡ് ആസ് എ ഫാർസ്. വെരി ഫേമസ് എസ്സേ, ബേസിക്കലി കുറെ ആളുകൾ എഴുതിയിട്ടുള്ള എസ്സേ ആണ് ആ സമയത്തും. അതേപോലെ തന്നെ ദ ടൈം ടു റിപ്പയർ ദ റൂഫ് വെൻ ദ ടൈം ഈസ് ഷൈനിങ്, റൂഫ് ദ സൺ ഈസ് ഷൈനിങ്. ഓക്കെ, സോ അതും എഴുതാം. ദ ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ദ ബിറ്റർ എക്സ്പീരിയൻസ്. ഓൾറെഡി ഞാൻ ഇത് വേറെ സ്ഥലത്തോട് ഇട്ടിട്ടുണ്ട്, കാരണം ഇതൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ കോറിലേറ്റിംഗ് ആണ്. രണ്ട് ഭാഗത്തും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ദി ഇയേഴ്സ് ടീച്ച് മച്ച് വിത്ത് ദ ഡേയ്സ് നെവർ തോട്ട്. സോ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്? ചേഞ്ചസ് ക്യാൻ ബി ഹാപ്പൻഡ് ഹിസ്റ്റോറിക്കലി. നമുക്ക് ആ രീതിയിൽ പോവാം. റിസ്ക് ആക്ഷൻ ഹ്യൂമൻ പൊട്ടൻഷ്യലിന്റെ ഭാഗമായിട്ട് ഷിപ്പ് ഇൻ ദ ഹാർബർ ഈസ് നോട്ട് സേഫ്. അപ്പൊ റിസ്ക് എടുക്കുന്നത്, റിസ്ക് അപ്റ്റൈറ്റിനെ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ബേസിക്കലി ഇവിടെ നോക്കുന്നത്. അതേ കോസ്റ്റ് ഓഫ് ബീങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. ബേസിക്കലി ഇത് നമുക്ക് അവിടെയും ഓവർലാപ്സുകൾ വരുന്ന എസ്സേസ് ആണ്. പക്ഷെ ഇതെന്താണ്, ഒരു റിസ്ക് ആസ്പെക്ട്സ്, റിസ്ക് എടുക്കണം, ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കംഫോർട്ട് സോണിന്റെ പുറത്ത് പോകണം എന്ന് പറയുന്നതിന്റെ രീതിയിൽ വരുന്ന എസ്സേയാണ്. ഇതിനൊക്കെ ഒരേ കണ്ടന്റ് മതി. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു 8ഓളം എന്ത് ചെയ്യുന്നുണ്ട്, തീംസ് തന്നിട്ടുണ്ട്. ഇതിലൊരു 5 തീംസ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് എണ്ണം കുറവാണ്. പക്ഷെ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവിടുത്തെ തീമിലെ എസ്സേസിന്റെ കണ്ടന്റ് ഉപയോഗിച്ച് ഇത് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു 5 തീം നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് എനി എസ്സേ, ബട്ട് യു നീഡ് പ്രാക്ടീസ്. ഓൺലി തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു ഹാവ് എ റിപ്പീറ്റഡ് പ്രാക്ടീസ് ടു റൈറ്റ്. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എസ്സേ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഫോട്ടർ മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ ബേസിക്കലി എഴുതുന്നതാണ്. ഇനി നമുക്ക് ബ്രെയിൻ സ്റ്റോം പ്രാക്ടീസസ് ആണല്ലോ. ബേസിക്കലി ഓൾറെഡി 8:30 ആയി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക്കലി നെക്സ്റ്റ് ഇപ്പൊ നാളെ എസ്സേ ടെസ്റ്റ് ഉണ്ട്. നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് തന്നെ എസ്സേ എഴുതാൻ പറ്റുന്നവര് ആ എക്സാമിനേഷൻ അറ്റ്മോസ്ഫിയറിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങനെ എഴുതാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 hours ആയിട്ട് തന്നെ എസ്സേ എന്ത് ചെയ്യണം, എഴുതുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇനി എനി ഡൗട്ട് വിത്ത് റിഗാർഡ് ടു എസ്സേ റൈറ്റിംഗ് മീൻസ് ബാക്കിയുള്ള കുറെ കാര്യം, ഇതിപ്പം ജസ്റ്റ് ഒരു ഇതാണ്, ഇതുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ആവില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്മിങ് ഡേയ്സിൽ വിത്ത് യുവർ എസ്സേസ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ബ്രെയിൻ സ്റ്റോം സെഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിന്റെ സമയത്ത് വി വിൽ ഡിസ്കസ്. ബട്ട് this is the basic idea about how to prepare and how to look at essay. So perspective ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ എസ്സേ നിങ്ങൾ എഴുതുന്ന രീതി മാറും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ അത്
പഠിച്ച് ഭയങ്കര നന്നാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എസ് എ. പക്ഷെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നന്നാക്കാൻ പറ്റുന്നതും എഴുതി പ്രാക്ടീസ് ചെയ്ത് നന്നാക്കാൻ പറ്റുന്നതുമാണ്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതും എസ് എനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, എസ് എ എങ്ങനെയാണ് ചോദിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ പ്രൂഫാണ്. നമ്മൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് പ്രൂഫ് വേണ്ടല്ലോ. അപ്പൊ ആ പ്രൂഫാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പം any doubt you can ask. If you do not have any doubt, we can wind up the session for today. എനിക്ക് തന്നെ സൗണ്ട് ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. സോ ഹോപ്പ് യു ഗൈസ്. ഓക്കെ, പറഞ്ഞോളൂ. എന്തിട്ടുണ്ടോ? ആരോ ഒരാൾ പറയുന്നല്ലോ. ഓക്കെ സാർ, നാളത്തെ എസ്എ ടെസ്റ്റിന് ഏതെങ്കിലും പർട്ടിക്കുലർ തീം നമ്മള് നാളത്തെ എസ് എ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഇപ്പൊ എഴുതുന്ന എസ് എന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. തീമായിട്ട് നമ്മൾ പറയുന്നില്ല. ഇനി തീമുമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരിക്കലും വരാനും സമ്മതിക്കില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി എക്സ്പെക്ടേഷൻ വന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് അതിന് പ്രിപ്പയർ ആവും. അതൊരു റിയൽ എക്സാമിനേഷൻ അല്ല. സോ വി വിൽ ബി ട്രൈങ് ടു റീകളക്ട് ദ എക്സാക്ട് എക്സാമിനേഷൻ എൻവയോൺമെന്റ് ആയിരിക്കും. പക്ഷെ നാളത്തെ എസ് എൽ ഉദ്ദേശം പിന്നെ എസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വാട്ട് ഈസ് എക്സാക്ട്ലി നിങ്ങളുടെ ഒറിജിനൽ ഓഫ് റൈറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അലോകെ നാളത്തെ ഉദ്ദേശം. അതിനുശേഷം അതിന്റെ മുകളിൽ നിന്നായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ദിസ് ഈസ് എ ബേസ് എസ്. അവിടെ നിന്നായിരിക്കും ഡെവലപ്മെന്റ് നടക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് തീമില്ല. വേറെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ ആയിരുന്നില്ലേ? ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, താങ്ക് യു മനു. സെറ്റാക്കാം. ബാക്കിയുള്ളവർക്ക് നമുക്ക് സെറ്റാക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ എഴുതാം. താങ്ക് യു. കാണാം.